ഇത് മറ്റേ ക്ലാസ് ആണ്. റൂമിലാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് അല്ലേ നമുക്ക് കിട്ടൂലേ? ഇത് റെക്കോർഡഡ് ക്ലാസ് അല്ലേ നമുക്ക് കിട്ടൂലേ? അയ്യോ
Hi, good afternoon all. Good afternoon. 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 Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon. Okay. Good afternoon, ma'am. Okay, good afternoon once again. Now we are going to start our introduction class of hospital administration. So before that, I have to say something that you have to all mute your sound. Okay, just mute your sound. When you are asked to unmute and say something, you can do it. Okay. Otherwise, it will be a disturbance for all of you and me too. Okay. So, class means in the introduction, you may have some doubts about this course and many other doubts relating to this course. അതുപോലെ കോഴ്സിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടാകാമായിരിക്കാം. സോ ദാറ്റ് വി ക്യാൻ ക്ലാരിഫൈ ഇറ്റ്. അതിന്റെ ക്ലിയറൻസ് വരുത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് വിൽ സ്റ്റാർട്ട് യുവർ ക്ലാസ്സസ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ബിഫോർ ദാറ്റ് മേ ഐ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം നിഷ ഫ്രം നോർത്ത് പറവൂർ, വിച്ച് ഇസ് ഇൻ എറണാകുളം ഡിസ്ട്രിക്ട്. കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സ്ഥലം നോർത്ത് പറവൂർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ട് മിസ്സേ. കേട്ടിട്ടുണ്ട്. Sir, who is nearest to our place? Yes, madam. അടുത്ത് ഉള്ള ആൾക്കാരെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ? ആരാത്? നായരമ്പലം. പേര് നായരമ്പലം. എവിടെ? നായനമ്പലം. ഓക്കെ ഓക്കെ. നായരമ്പലം. അതെ അതെ, നമ്മുടെ അടുത്ത സ്ഥലമാണ്. വാട്ട്സ് യുവർ നെയിം പ്ലീസ്? നിജിയ. എന്താ? നിജിയ. നിജിയ. ജിയ. ഓക്കെ. Then പിന്നെ ആരാ? ഓക്കെ, രശ്മി ഫ്രം പൂനമാവ്. ഓക്കെ. മനുജ. ആരെങ്കിലും ഉണ്ടോ? പിന്നെ ജയശ്രീ. എവിടെയാ ജയശ്രീ? ഓക്കെ, നമുക്ക് പിന്നീട് പരിചയപ്പെടാം. കാരണം നമുക്കറിയാലോ ഇവിടെ ഒത്തിരി കുട്ടികളുണ്ട്. ഐ തിങ്ക് ദ നമ്പർ ഇസ് 284 കുട്ടികൾ ഇവിടെ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിന് വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എല്ലാവരെയും കൂടി എനിക്ക് നിങ്ങളൊക്കെ പരിചയപ്പെടണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും കൂടി നമ്മളൊന്ന് പരിചയപ്പെടാമെന്ന് അത് ചിലപ്പോൾ നമുക്ക് എന്താ ചിലപ്പോ ബുദ്ധിമുട്ടാകും, ഇന്നത്തെ കാര്യം നടക്കില്ല. സോ നമുക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ബിഫോർ ദാറ്റ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെക്കാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്റെ കാര്യം കഴിഞ്ഞിട്ട് എന്റെ ഡ്യൂട്ടി റെസ്പോൺസിബിൾ ഫോർ ഞാനൊരു കാര്യം പറയാനാണ്. എല്ലാരോടും മ്യൂട്ട് ചെയ്യാൻ പറയുമോ? ഒന്നും ക്ലിയർ ആവുന്നില്ല. ഇല്ല, എല്ലാവർക്കും അങ്ങനെയാണോ? ഇപ്പൊ ഓക്കെ, ഇപ്പൊ എല്ലാവരും മ്യൂട്ട് ചെയ്തു തോന്നുന്നു. അതെ, എല്ലാരും മ്യൂട്ട് ചെയ്താലേ ക്ലിയർ ആവുള്ളൂ. ആരെങ്കിലും ഇപ്പൊ ഇതുവരെ ക്ലിയർ ഉണ്ടായിരുന്നില്ല. എന്തോ? ഇതുവരെ ക്ലിയർ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാരും മ്യൂട്ട് ചെയ്തു തോന്നുന്നു. അതെ അതല്ലേ. അപ്പൊ നമ്മളുടെ പ്രശ്നം തന്നെയാണ്. നമ്മൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്താൽ അത് എക്കോ പോലെ വരും. അപ്പൊ ക്ലാരിഫിക്കേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളോ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് തുടക്കം തന്നെ നിങ്ങൾ ഇങ്ങനെ കുറെ ഡൗട്ട്സ് ചോദിച്ചുകൊണ്ടിരുന്ന ഐ കാണ്ട് ക്ലിയർ ഇറ്റ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇനി ചോദിക്കാം. മ്യൂട്ട് ചെയ്യാമോ? ഇന്നലെ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് ഇങ്ങനെ സ്കൂളിലൊക്കെ പോണം, അപ്പൊ എനിക്ക് ജോലിക്കും പോണം. അപ്പൊ റെക്കോർഡ് ക്ലാസ് നമുക്ക് അയച്ചു തരും എന്നൊക്കെ പറഞ്ഞു. ഇന്റർവ്യൂ ഉണ്ടാവും, ഡെയിലി ഉണ്ടാവും. ഓക്കെ,
ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തായാലും മെനക്കെട്ടിരിക്കുകയാണെങ്കിൽ ആ പറയുന്ന കാര്യത്തിനോട് കോൺസെൻട്രേറ്റ് ചെയ്യുക, അതർവൈസ് ലീവ് ഇറ്റ്. ഓക്കെ, അപ്പൊ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഡിസ്റ്റർബ്ഡ് ആണ്. ഇപ്പൊ ഒരാളോ 1-2 പേരൊക്കെ അൺമ്യൂട്ട് ചെയ്തതുകൊണ്ടാണ് കുറച്ച് പേർക്ക് വോയിസ് ക്ലിയർ അല്ല എന്ന് പറയാം. എനിക്ക് ഭയങ്കര സൗണ്ട് ഉള്ള ആളാ, ഭയങ്കര സൗണ്ട് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ എല്ലാവരും പറയാം. ഇത്രയും സൗണ്ട് ഉള്ള ഞാനിങ്ങനെ സംസാരിക്കുമ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ അല്ലെങ്കിൽ സൗണ്ട് അങ്ങോട്ട് എത്തുന്നില്ലെങ്കിൽ ഇത്തിരി കുറച്ചുകൂടി സൗണ്ട് കുറവുള്ള ടീച്ചേഴ്സ് കൂടി ഉണ്ട്. അവർ പറയുന്നത് നിങ്ങൾ എങ്ങനെ കേൾക്കും? സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മ്യൂട്ട് ചെയ്ത് മിണ്ടാതിരിക്കുക. ലാസ്റ്റ് വരുമ്പോ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് അത് കഴിയുമ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പൊ ക്ലിയർ ചെയ്യാം. ഓക്കെ, തുടക്കം തുടങ്ങി അങ്ങനെ ക്ലാരിഫിക്കേഷൻസ് നടക്കില്ല. ഓരോരുത്തരുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തീരില്ല, ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യില്ല. സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അതുവരെ ആരും അൺമ്യൂട്ട് ചെയ്യരുത്. ലാസ്റ്റ് നിങ്ങൾക്ക് സമയം തരാം. പരിചയപ്പെടലൊക്കെ നമുക്ക് ക്ലാസ്സസിൽ തരത്തുള്ളൂ. ബിക്കോസ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു അബൌട്ട് 300 293 പേരെ 300ഓളം പേരൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പരിചയപ്പെടലൊന്നും നടക്കില്ല. അപ്പൊ പരിചയപ്പെടൽ നമുക്ക് പിന്നെ നടത്താം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് നമ്മളിപ്പോ ഒരു ഉദ്യമത്തിലേക്ക് അല്ലെ, ഒരു പുതിയ സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. ആൻഡ് യു ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ വാട്ട് ഈസ് യുവർ കോഴ്സ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് ആണെന്നും എന്താണ് നിങ്ങളുടെ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും പിന്നെ മാത്രമല്ല ഈ കോഴ്സ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുമ്പോ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് നിങ്ങൾ അങ്ങനെ ഓഫർ ചെയ്യുമ്പോ അതില് നിങ്ങൾക്ക് അതിൻ്റെതായ അതായത് സർട്ടിഫിക്കറ്റിന്റെ കാര്യമാകാം, എക്സാംസിന്റെ കാര്യമാകാം, ക്ലാസ്സസിന്റെ കാര്യമാകാം, മെനി ഡൗട്ട്സ് ഉണ്ടായിരിക്കും. സോ ഓൾ ദീസ് ഡൗട്ട്സ് വിൽ ബി ക്ലിയർഡ് ആഫ്റ്റർ ദിസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്. ഇതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് കേട്ടോണ്ടിരിക്കുക. വൺസ് അഗൈൻ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ പറഞ്ഞല്ലോ, എന്റെ പേര് നിഷാൻ ആണ്. നോർത്ത് പറവൂർ എല്ലാവരും അറിയുന്ന ഒരു സ്ഥലം തന്നെയാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാകും 2018 വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോ ഏറ്റവും കൂടുതൽ മുങ്ങിപ്പോയി നീന്തി കരകയറിയവരാണ് ഞങ്ങള്. അങ്ങനെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമായിരിക്കും അല്ലെ? കേട്ടിട്ടില്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങള് പോപ്പുലറായി ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ അത്തരം ആ ഒരു സ്ഥലത്തുനിന്ന് ആണ് നമ്മുടെ എന്താ പറയാ ക്ലാസ്സസ് നടക്കുന്നതൊക്കെ ഇവിടെയാണ്. ഓൺലൈൻ ക്ലാസ്സസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓൺലൈൻ ക്ലാസ്സസ് തന്നെയാണ്. സോ we are going to know what is hospital administration. What do you mean by administer? Administration എന്നൊക്കെ പറഞ്ഞാൽ എന്താ? It is the managing അല്ലെ, ഒരു മാനേജ്മെന്റ് പ്രോസസ് ആണ്. അഡ്മിനിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെന്റ് എന്താ പറയാ പ്രോസസ് ആണ്. മാനേജിങ് ഓഫ് ഓൾ ഓപ്പറേഷൻസ്, ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട് അല്ലെ. ആ ഡേ ടു ഡേ ഓപ്പറേഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ, മാനേജ് ചെയ്യുക, അത്തരം ഒരു പ്രോസസ്സിംഗ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന അത്തരം പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഒരു കോഴ്സ് ആയിട്ട് ഇവിടെ പഠിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ആൻഡ് യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദിസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ത്രൂ അഡ്വർടൈസ്മെന്റ്സ് or from some other sources such as telecallers or from Google ഒക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകും. when you are going to put an investment in this course, നിങ്ങൾ അതിനു വേണ്ടി സെർച്ച് ചെയ്തിട്ടുണ്ടാകും അല്ലെ. ഇതൊരു കോഴ്സ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ടെലികോളേഴ്സ് വഴിയോ മറ്റേതെങ്കിലും അഡ്വർടൈസ്മെന്റിലൂടെയോ നിങ്ങൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾ പല സെർച്ച് നടത്തിയിട്ടുണ്ടാകും. എന്താണ് ഈ കോഴ്സ് എന്നും അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നും ഒക്കെ കുറെ പേരൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ടാകും. എന്നാൽ ചിലവർക്കൊക്കെ അറിയില്ലാത്തവരുണ്ടാകും. സോ ലെറ്റ്സ് ഇൻഫോം എവരിബഡി അബൌട്ട് ദിസ്. ഇതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും പരസ്പരം അറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ്. എന്ന് നിങ്ങൾക്ക് എന്താ പറയാ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് അല്ല, ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ കോഴ്സ് ആൻഡ് യുവർ ഡൗട്ട്സ് ക്ലിയറൻസ് ആണ് ഇവിടെ നമുക്ക് ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മീൻസ് ദ മാനേജ്മെന്റ് ഓഫ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ ടു എൻഷുർ വെദർ ദേ ആർ ഓപ്പറേറ്റിംഗ് വെൽ. അതായത് ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു, വളരെ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ചെയ്യുക. അല്ലെങ്കിൽ അതിന്റെ ഒരു മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ചെയ്യുക. ദാറ്റ് മീൻസ് ഷെഡ്യൂളിംഗ് ഓഫ് സ്റ്റാഫ്സ്, coordinating different activities, directing and tracking the effects of medical and healthcare services. അത് ഒരു ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന പലതരത്തിലുള്ള സേവനങ്ങളുണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ ചികിത്സിക്കുക, അല്ലാതെയും കുറെ സേവനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ നല്ല രീതിയിലാണ്, വെൽ ഡൺ ആണ്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നമുക്കൊരു ജോലി ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം അല്ലെ.
അപ്പൊ അത് നല്ല രീതിയിലാണോ പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടുത്തെ സ്റ്റാഫ്സിനെയൊക്കെ നമ്മൾ എന്താ പറയുക, സ്റ്റാഫിംഗ് പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ സ്റ്റാഫ്സിനെയൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നത് ഓരോ പർട്ടിക്കുലർ, നമുക്കറിയാം നേഴ്സിനൊക്കെ അവർക്ക് ഡ്യൂട്ടി ടൈം ഉണ്ട്, ആ ഡ്യൂട്ടികളൊക്കെ എങ്ങനെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നു, അവരുടെ വർക്ക്സ് ഒക്കെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നു, ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ട്രാക്ക് ദ ഇഫക്ട്സ് ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് കെയർ സർവീസ്. ആ മെഡിക്കൽ സർവീസ് അല്ലെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് കെയർ സർവീസ് ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് ട്രാക്ക് ചെയ്യണം, എന്ന് വെച്ചാൽ മനസ്സിലാക്കണം, നോക്കി കാണണം. എല്ലാ ജോലിയും എല്ലാവർക്കും അലോട്ട് ചെയ്ത് കൊടുത്തിട്ട് എവിടെയെങ്കിലും കൈകെട്ടി നോക്കിയിരുന്ന കാര്യം നടക്കില്ല. ഇൻ എവറി ഓർഗനൈസേഷൻ ദർ ഷുഡ് ബി സം മാനേജ്മെന്റ്. ഏത് ഓർഗനൈസേഷനിലും അങ്ങനെ ഉണ്ടാകുമല്ലോ, ഒരു മാനേജ്മെന്റ് വേണം. അല്ല, എനിക്കിപ്പോ ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നു, എനിക്ക് പഠിപ്പിക്കാനുള്ള ഒരു ജോലിയാണ് തന്നേക്കണേ, ഞാൻ അത് ചെയ്യുന്നു, എനിക്ക് തന്നു, അലോട്ട് ചെയ്ത് തന്നു, വേറെ കുറെ ആളുകൾക്ക് ഓരോരുത്തർക്കും ഓരോ ജോലി അലോട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിന്റെ എംപ്ലോയർ ബേബി അതാരാണോ അവരവിടെ കൈ കെട്ടി നോക്കിയിരിക്കുകയാണ്. എങ്കിൽ ഞങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ മര്യാദയ്ക്ക്? വെറുതെ ചെയ്താൽ പോരാ, ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെ? വെദർ ദേ ആർ മാക്സിമം യൂട്ടിലൈസിംഗ് ദാറ്റ് സ്റ്റാഫ്, അവരെയൊക്കെ നമുക്ക് പരമാവധി നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ? ഈ ഓൾ ദീസ് ആക്ടിവിറ്റീസ് ഷുഡ് ബി മാനേജ്ഡ് ഫ്രം ടൈം ടു ടൈം. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം, ഇടയ്ക്കൊക്കെ ട്രാക്ക് ചെയ്ത് നോക്കണം ഇവരൊക്കെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ. അല്ലാതെ ജോലി ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവരത് ചെയ്തോളുമെന്ന വിശ്വാസത്തിൽ നമുക്ക് മാറിക്കളയാൻ പറ്റില്ല. അവരോടൊപ്പം നിൽക്കേണ്ടി വരും, അത് ട്രാക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ ഒരു ഹോസ്പിറ്റൽസിൽ നടക്കും. എവറി ഓർഗനൈസേഷനിലും അത് ആവശ്യമാണ്. ഹോസ്പിറ്റൽസിൽ മാത്രമല്ല, എല്ലാ ഓർഗനൈസേഷനിലും സ്റ്റാഫ്സിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്യണം, അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവർക്ക് ട്രെയിനിങ് ഫ്രം ടൈം ടു ടൈം കൊടുക്കണം, അല്ലെ? അവരുടെ വർക്ക്സ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കണം. അതൊക്കെ അവർ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യണം. ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. സി ഇൻ ദിസ് ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ആ വേർഡിൽ നിന്ന് തന്നെ നമുക്കറിയാം ഹോസ്പിറ്റലിനെ അഡ്മിനിസ്റ്റർ ചെയ്യുക എന്ന് പറയുമ്പോൾ we know that India is in first position according to population, അല്ലെ? നമ്മുടെ വേൾഡില് 1ാം സ്ഥാനത്തിലാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിൽക്കുന്നത് പോപ്പുലേഷന്റെ കാര്യത്തില്. ആൻഡ് കുറെ വർഷങ്ങളായിട്ട് അത് ഫസ്റ്റ് പൊസിഷൻ ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബിക്കോസ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തതുകൊണ്ട്. സോ ദാറ്റ് ഈ ഹൈ ഡിമാൻഡ് ഫോർ ഹെൽത്ത് കെയർ സിസ്റ്റം ഈസ് നെസസറി. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ മറ്റൊരു രീതിയിലേക്ക് പോകുമ്പോൾ മറ്റൊരു വശത്ത് നമുക്ക് കാണാൻ സാധിക്കും, അതുമനുസരിച്ച് ആളുകൾക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പോപ്പുലേഷൻ കൂടിയ ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഇല്ലസ്, ഡിസീസസ് ഒക്കെ ഓൾസോ ഈസ് ഇൻക്രീസിങ്. അപ്പൊ ആ ഒരു മേഖലയിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ എന്താ പറയാ, ഈ പറയുന്ന ഒരുപാട് പുതിയ കാര്യങ്ങൾ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നോട്ട് ഓൺലി നഴ്സസ് ആൻഡ് ഡോക്ടേഴ്സ് വർക്കിംഗ് ദർ. അവിടെ ഹോസ്പിറ്റൽസിലാവുമ്പോൾ നമ്മൾ വിചാരിക്കും ഹോസ്പിറ്റലിലാ ജോലി, ഡോക്ടറാ, നേഴ്സാ, അല്ലെങ്കിൽ തുപ്പുകാരാണോ, അല്ലെ, വർക്കേഴ്സ്, ഇത് ബോട്ടം ലെവലിലുള്ള ക്ലീനിങ് സെക്ഷനിലുള്ള ആളുകൾ, ഇതാണ്. അല്ല, ഇത് കൂടാതെ മറ്റനേകം പോസ്റ്റുകളുണ്ട്. ബട്ട് വി ആർ നോട്ട് അവയർ ഓഫ് ദാറ്റ്. ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ന് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇന്നത്തെ കുട്ടി ജനറേഷൻസിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദേ നോ മെനി ഓപ്പർച്യൂണിറ്റീസ് which are provided in different sectors. ഓരോ മേഖലയിലും പല എന്താ പറയാ കോഴ്സസ് പുതിയ അവർക്ക് പഠിക്കാൻ എളുപ്പത്തിനും. എല്ലാവർക്കും MBBS ഡോക്ടർ എടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. നമുക്ക് നമ്മുടെ ഒരു എന്താ പറയാ കഴിവ്, നമുക്ക് എന്താ പറ്റുക എന്ന് നമുക്ക് തന്നെ അറിയാം. ഇന്നത്തെ കുട്ടികൾക്ക് അത് കൂടുതലും അറിയാം. പ്ലീസ് മ്യൂട്ട് ഇറ്റ്, എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ ഇടയ്ക്ക് തുറക്കരുത്. അപ്പൊ എല്ലാവർക്കും അവരവരുടേതായ ഒരു ചോയ്സ് ഉണ്ട്. അപ്പൊ പണ്ടൊക്കെ നമുക്കറിയില്ല, നമുക്ക് ഒരു വരച്ച് ഇങ്ങനെ ഒരു വഴി ഇങ്ങനെ തെളിച്ചിട്ടിരിക്കുകയായിരുന്നു പാരന്റ്സ്, അല്ലെ? 10 കഴിഞ്ഞു, 10ാം ക്ലാസ് ഞാൻ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 പോകും, ഇന്നതാണ് എനിക്ക് എടുക്കണ്ടേ, നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഇഷ്ടമൊക്കെ പേരൻസ് പറയും ഇന്നത് എടുക്കൂ എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതെടുക്കും. അടുത്തത് അത് കഴിഞ്ഞിട്ട് അടുത്ത കോഴ്സ്, +2 പ്രീ ഡിഗ്രിക്ക് നമ്മൾ 4th ഗ്രൂപ്പ് എടുക്കും. എന്നാ ശരി, ഇനി ഡിഗ്രിക്ക് പോകുമ്പോ BCom ആണ്, അതിന്റെ നെക്സ്റ്റ് അതാണ്, കാരണം ആ വഴി അങ്ങനെയാണ് വെട്ടിയിട്ടേക്കണേ. അപ്പൊ അതിലൂടെ നമ്മൾ പോകും. പക്ഷെ ഇന്ന് കുട്ടികളോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് പാരന്റ്സ് പറയാണ്, അതെ ഇത് കഴിഞ്ഞേക്കാം, ഞാനൊക്കെ ഇന്നേതാ ചെയ്താൽ പറഞ്ഞിട്ടാ കൊണ്ട് ചെന്നാ മതി, അതുങ്ങള് നമുക്ക് എന്താ പറയാ നമ്മുടെ ഇതിനൊന്നും അവർ നിൽക്കില്ല. അവർക്ക് ദേ ഹാവ് നോളജ് അബൌട്ട് വാട്ട് ഈസ് ഗോയിങ് അറൌണ്ട് ദം. അവർക്ക് ചുറ്റും എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, എന്തൊക്കെ കോഴ്സസ് ഉണ്ട്, എന്തൊക്കെ പുതിയ എന്താ പറയാ സോഴ്സസ് ഉണ്ട് ഇതൊക്കെ പഠിക്കാനായിട്ട്. അവർക്ക് അതൊക്കെ അറിയാം. ബിക്കോസ് അവര് ഇന്ന് അവരുടെ ഫിംഗർ ടിപ്സിലേക്ക് ഇവരെല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈച്ച് ആൻഡ് എവറി ടൈം. സോ അവർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്നത് ചൂസ് ചെയ്യൂ എന്ന് പറയണ്ട. അച്ഛൻ്റെ അമ്മയുടെയും ചോയ്സ് അല്ല മക്കളുടെ ചോയ്സ്.
അപ്പൊ അതുപോലെ പക്ഷെ ഇന്ന് അതിൽ ഒരുപാട് മേഖലകളുണ്ട്. അതുപോലെ ഒന്ന് ഉയർന്നു വന്ന കുറെ മേഖലകളാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, പബ്ലിക് ഓഫീസർ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ, PRO എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ പുതിയ വെറൈറ്റീസ് ഓഫ്. ഇനി മാത്രമല്ല ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പൊ കാർഡിയോളജി എന്ന് പറയുമ്പോൾ കാർഡിയോളജിസ്റ്റ് ആകാനുള്ള പഠനം, അതായത് ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്യുക, ഹാർട്ടിന്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ കാർഡിയോളജിസ്റ്റ് ചോദിക്കുക. നമ്മൾ ആ ഒരു വിഭാഗത്തിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് മെനി ചോയ്സസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഇറ്റ്സെൽഫ്. അതിനകത്ത് തന്നെ വേറെയും ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. കാർഡിയോവാസ്കുലർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, അങ്ങനെ വിവിധ വിഭാഗങ്ങളുണ്ട്. നമുക്ക് അന്നൊന്നും അത് അറിയില്ലായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് അതുപോലെയുള്ള ഒരു കോഴ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കാം. ഹോസ്പിറ്റൽസിൽ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഓപ്പറേറ്റിംഗ് ഓൺ ഇറ്റ്സ് ഓൺ, അതിന്റേതായ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ബട്ട് ഓൾ ദ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽസ് ടു ബി മാനേജ്ഡ്. പക്ഷെ അങ്ങനെ മാത്രം നടന്നതുകൊണ്ട് കാര്യമില്ല. ഈ നടക്കുന്ന എല്ലാ ഓപ്പറേഷൻസും വി ഷുഡ് ബി കൺട്രോൾഡ് ആൻഡ് മാനേജ്ഡ്. ഒരു കൃത്യമായ രീതിയിൽ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ ഈ പഠിക്കാൻ പോണത്. വേറെ ചില്ലറ കാര്യമൊന്നും അല്ലാണ്ട് നിങ്ങളുടെ കയ്യില് ഒരുങ്ങിയേക്കണേ. അപ്പൊ വിചാരിക്കുക ഇത് ഡോക്ടേഴ്സിനാണെങ്കിൽ അവർക്ക് ആ രോഗിയെ പരിശോധിച്ച് മരുന്ന് കൊടുത്താൽ മതി. ഓക്കെ, നഴ്സിനാണെങ്കിൽ ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്നത് ചെയ്യും. നമ്മളൊക്കെ ഹോസ്പിറ്റൽസിൽ മരുന്നെങ്കിലും വാങ്ങിക്കാൻ പോയ പരിചയമില്ലേ നിങ്ങൾക്കൊക്കെ? ഇല്ലേ? മരുന്ന് വാങ്ങിക്കാൻ പോയ പരിചയത്തിലെങ്കിലും പഠിച്ചാൽ മതി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അത്രേ ഉള്ളൂ. അപ്പൊ കൂളായിട്ട് നമുക്കത് പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ പോയിട്ടുള്ളവരാണ്. അപ്പൊ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാ ചെയ്യുന്നത്, അങ്ങോട്ടോടും നഴ്സിംഗ് ഇങ്ങോട്ടോടും ഇഞ്ചക്ഷൻ എടുക്കാൻ പോകും. അവർക്ക് അത്തരം റെസ്പോൺസിബിലിറ്റീസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ബിയോണ്ട് ദാറ്റ്, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ ഹോസ്പിറ്റൽസിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യാൻ, മാനേജ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊക്കെ എന്താ പറയാ, ഒത്തിരി കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പാൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു എന്താ പറയാ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ആണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ യു ആർ ഗോയിങ് ടു ടേക്ക് ഡ്യൂറിംഗ് ദിസ് 6 months, 6 മാസത്തെ കോഴ്സ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഡേ ടു ഡേ ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യാം, സ്റ്റാഫ്സിന് എഫിഷ്യൻസി പരിശോധിക്കാം, മെഡിക്കൽ സ്റ്റാഫ് ഗെറ്റിംഗ് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്. ഈ നമ്മുടെ സ്റ്റാഫുകളൊക്കെ നിയമിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. കുറെ നഴ്സുമാര് അവരെ ആപ്ലിക്കേഷൻ തന്നു, വേഗം കൊണ്ട് അവരുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ വെല്ലാണ്. ഓക്കെ, യു ആർ അപ്പോയിന്റഡ് എന്ന് പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുത്ത് പിറ്റേ ദിവസം അല്ലെങ്കിൽ ജോലി കയറിയോ? അങ്ങനെയില്ല. അവരത് കയറി കഴിഞ്ഞാലും അവരുടെ പഠനം ആരംഭിക്കുന്നേ ഉള്ളൂ. നമ്മള് എന്താ പറയാ BSc നഴ്സ് എടുത്തു, അതിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഓടിച്ചെന്ന് ജോലി കയറുമ്പോ വി ആർ നോട്ട് എ നഴ്സ്. നമ്മള് നഴ്സിംഗ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ചെയ്താണ് വി ആർ ബിക്കമിങ് ആൻ എഫിഷ്യന്റ് നഴ്സ്. അല്ലെ? ആളുകളെ ശുശ്രൂഷിച്ച് പരിചയപ്പെട്ടൊക്കെയാണ് കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ഒരു നഴ്സായി മാറുക. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഇതുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറയുന്ന എല്ലാ വിഭാഗത്തിനെയും, ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്ന എല്ലാ മേഖലകളെയും കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് അഡ്വർടൈസ്മെന്റിലൂടെ, ടെലികോൾസ് നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞു തന്ന ഇൻഫോർമേഷൻസിലൂടെ ഒത്തിരി കാര്യങ്ങൾ യു മൈറ്റ് ഹാവ് നോൺ, നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം. അപ്പൊ അതിനേക്കാൾ ഉപരിയായിട്ട് ഇനി കൂടുതൽ നമ്മൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയും. ഇനി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ എന്തൊക്കെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ ഇഫ് യു ഹാവ് ടു പെർസ്യൂ യുവർ എഡ്യൂക്കേഷൻ, ചില ആളുകൾക്കൊക്കെ ഇടയ്ക്ക് വെച്ച് പഠനമൊക്കെ നിർത്തിപ്പോയി, ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ +2 കഴിഞ്ഞു, ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ഹാവ് നോട്ട് ഡൺ നത്തിങ്. സോ അങ്ങനെയുള്ളവർക്ക് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതായത് they can carry on, they can pursue their education by joining this hospital administration course. ഇങ്ങനെയുള്ള ചില കോഴ്സസ് ഒക്കെ നമ്മൾ ചേർന്ന് പഠിച്ചാൽ നിങ്ങളുടെ ബ്രേക്ക് ചെയ്തു പോയ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തെ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാം. ആൻഡ് ഓൾസോ യു ക്യാൻ ഹാവ് സം സർവീസസ് അഡോപ്റ്റിംഗ് ടു മോസ്റ്റ് ഹോസ്പിറ്റൽസ് ഓർ സം അതർ. എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഹെൽത്ത് കെയർ സെന്റേഴ്സിലോ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഓർഗനൈസേഷനിലോ ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഇതുകൊണ്ട് കിട്ടും എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഒരു എന്താ പറയാ, ഈ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ഉള്ള, അതായത് വളരെ എന്താ പറയാ ഹെൽത്ത് ഇഷ്യൂസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യങ്ങളിലും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്താ, ഒന്ന്, നമുക്ക് നമ്മുടെ ഒരു നിന്നുപോയ എഡ്യൂക്കേഷൻ നമുക്കൊന്ന് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ക്യാരി ഫോർവേഡ് ചെയ്യാം, അല്ലെ, മുന്നോട്ട് കൊണ്ടുപോകാം.
പിന്നെന്താണ്, നമുക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി, നമുക്ക് ഇനി ഇങ്ങനെയൊക്കെ പോരാ, ചെറുതാണെങ്കിലും ഒരു തുച്ഛമായ വരുമാനമാണെങ്കിലും നമുക്കും ഒരു ജോലി വേണം എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുമ്പോൾ അത് നമ്മുടെ സ്റ്റേറ്റസിനെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതും ഒരു കാര്യമാണ്. പിന്നെന്താ പറയാ, ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ അല്ലെങ്കിൽ ഇത്തരം ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഈ പറയുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു മേഖലയിൽ, ഈ ഒരു സെക്ടറിലുണ്ട്. സോ ദാറ്റ് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇൻവെസ്റ്റ്മെന്റ് വിച്ച് യു ഹാവ് ഡൺ ഇൻ ദിസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്, അതൊരു വെറുതെ വിൽ നോട്ട് ബി ഇൻ വെയിൻ, അതൊരു വെറുതെ ആകുന്നില്ല ഉള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അയ്യോ ഞങ്ങളുടെ കാശ് പോകോ, പറ്റിക്കലാണോ, എന്താ അവിടെ നടക്കുന്നത് എന്നൊക്കെയുള്ള മുഖത്ത് നമുക്ക് കാണാം. എല്ലാവർക്കും ഉണ്ടായിരിക്കും. നമ്മൾ എത്ര നമ്മൾ സത്യസന്ധമായിട്ട് എത്ര ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്താലും എനിക്കുണ്ട്, നമുക്ക് മനുഷ്യന്മാരിലുള്ളതാണ് ആ ഒരു എന്താ പറയാ രീതിയിലാണ് നമ്മളുടെ ബ്രെയിനൊക്കെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചാൽ എന്തിനും നമ്മൾ നെഗറ്റീവ് ആണ്. ഇല്ലേ, നമ്മൾ നെഗറ്റീവ് ആണാത്തതുണ്ടോ? ഇല്ല, നമ്മള് പോസിറ്റീവ്സിനേക്കാൾ കൂടുതൽ ഇന്ന് നെഗറ്റീവ് സൈഡ്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് സൈഡിനെ നമ്മൾ കൂടുതൽ. അങ്ങനെ അല്ലെങ്കിലോ, ഇങ്ങനെ ആണെങ്കിലോ, അങ്ങനെ വന്നില്ലെങ്കിലോ ഒക്കെ നെഗറ്റീവില് നമ്മൾ ചിന്തിക്കും. അപ്പൊ നെഗറ്റീവ്സ് നമ്മള് ഇൻബോൾ നമ്മളുടെ മനസ്സിൽ നമ്മളെ അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ ബ്രെയിനിനെ ഇങ്ങോട്ട് വിട്ടേക്കണേ. ഓക്കെ, അപ്പൊ നമുക്കിത് ഉണ്ടാകും. നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഉണ്ട്, എനിക്കും ഉണ്ടാകും പല കാര്യങ്ങളും. നമ്മളിപ്പോ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ അയ്യോ അങ്ങനെയാണോ, അപ്പൊ നമ്മൾ ട്വൈസ് ചിന്തിച്ച് ചെയ്യണം ചില കാര്യങ്ങൾ എന്ന് പറയും. ഓക്കെ, ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ്, നമ്മൾ ചിന്തിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ചിന്തയില് നിങ്ങൾ തെറ്റിയിട്ടില്ല. നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് എവിടെയും പോകുന്നില്ല. സോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ കോഴ്സ് ഒരു വളരെ നല്ലൊരു കോഴ്സാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ജോബുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾക്ക് തന്നെ ഒരു അറിവ് നേടാനും കൂടി പറ്റിയ ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത്. മാനേജിങ് ഓൾ ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ ഇൻക്ലൂഡിംഗ് മേക്കിംഗ് ഷുവർ ദ എഫിഷ്യൻസി ഓഫ് സ്റ്റാഫ്, ട്രെയിനിങ് ആൻഡ് ദ സപ്പോർട്ട് ഗിവൻ ടു ദം. സ്റ്റാഫുകളെയൊക്കെ ട്രെയിൻ ചെയ്യുക, അവരുടെ എഫിഷ്യൻസി പരിശോധിക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുക, ഇതെല്ലാം ഉൾപ്പെടുന്ന ഡെയിലി ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അപ്പൊ ഈ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സോ നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ എയിം ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം? ഈ ഒരു കോഴ്സ് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? അതായത് it is to make sure that, or it is to ensure that the hospitals are providing high quality services along with the adapting most effective cost effective ways. അതായത് പ്രധാനമായിട്ടും ഈ ഒരു കോഴ്സിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽസിൽ നൽകപ്പെടുന്ന സേവനങ്ങള് ഹൈ ക്വാളിറ്റി സർവീസസ് ആണെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ആശുപത്രിയിൽ പോകുന്നുണ്ട്, ഹോസ്പിറ്റൽസിൽ പോകുന്നു, പനി വരുന്നു, ചുമ വരുന്നു, അല്ലെങ്കിൽ പല അസുഖങ്ങൾ വരുന്നു, ഹോസ്പിറ്റൽസിൽ പോകുന്നു. അവരവരുടെ കടമകള് ഒരു എന്താ പറയുക ഉത്തരവാദിത്തം നിർവഹിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ മരുന്ന് ഇങ്ങനെ എഴുതി തരും. നമ്മൾ കൊണ്ടുപോയി കുറെ വാരി വലിച്ചൊക്കെ കഴിക്കും. ഓക്കെ, അല്ല അങ്ങനെയല്ല. അവര് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റമിൽ ഏത് അടുത്ത് ചെന്നാലും അവർക്ക് വെൽ ഒരു സർവീസ് ആണ്, ക്വാളിറ്റി സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലരോടൊക്കെ ചില നേഴ്സസ് ഒക്കെ റൂഡായിട്ടൊക്കെ പെരുമാറും അല്ലെ, അതൊക്കെ ഒരു ഇതിന്റെ നെഗറ്റീവ് പാർട്ടാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ ഹൈ ക്വാളിറ്റി സേവനമാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പേഷ്യൻസുമായി വരുന്ന റിലേറ്റീവ്സ് ഉണ്ടാകാം, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മളൊക്കെ കാണാനൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കാണാനൊക്കെ വരുമല്ലോ. അപ്പൊ അവരോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, അവരോട് അവരെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അതൊക്കെ ഹൈ ക്വാളിറ്റി ആയിരിക്കണം. അതൊക്കെ എൻഷുർ ചെയ്യുക എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഭാഗമാണ്. അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യണം? ഇതൊക്കെ എൻഷുർ ചെയ്യണം. ഇതൊക്കെ ശരിയായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരോട് മോശമായിട്ടാണോ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നത്, അവരെ പേഷ്യൻസിനോട് മാത്രമല്ല അവരുടെ റിലേറ്റീവ്സോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ വരുമ്പോ എങ്ങനെയൊക്കെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്, ഇതിലൊക്കെ ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ശ്രദ്ധിച്ചിട്ടാണോ ചെയ്യണേന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുക. അതാണ് എന്തെന്ന് വിളിക്കാൻ നമ്മള് ഇതിന്റെ പ്രധാനപ്പെട്ട എയിം. അത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡില്, കോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പരമാവധി ഒരു മനുഷ്യനെ പിഴിഞ്ഞെടുക്കുന്നതിന് കൊല്ലാകൊല ചെയ്ത് എടുക്കാൻ പാടില്ല അല്ലെ. ഒക്കെ എന്താണ് ഇതൊക്കെ നമുക്ക് അവരിൽ നിന്ന് എടുക്കുമ്പോ അവരെയൊക്കെ നമ്മുടെ എന്തേലും പറഞ്ഞോ? ആരെങ്കിലും മ്യൂട്ട് ചെയ്യാത്തതുണ്ടോ? സുമ മ്യൂട്ട് ചെയ്യാം.
സുമ ഒന്ന് മ്യൂട്ട് ചെയ്യോ? മ്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ടച്ച് ചെയ്യലാണോ? മ്യൂട്ടിന്റെ ഒരു വോളിയത്തിന്റെ ഒരു ഇതുണ്ടല്ലോ. ആ ആ സ്ക്രീനിലെ ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സാറില്ല, ആൾക്കറിയില്ലാഞ്ഞിട്ടാണ് അത് ഓണാക്കിയ. ഓക്കെ, താങ്ക് യു. സാറില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ജസ്റ്റ് ഒന്ന് കൈ നോക്കിയാൽ മതി. റംല അവിടെ വിസിബിൾ ആണ് എനിക്ക്. അപ്പൊ എന്തെങ്കിലും ചോദിക്കാൻ ഞാൻ നേരെ കൈ നോക്കിയാൽ മതി. ആൾക്കറിയില്ലാത്തത് കൊണ്ടാണ്. ഇനി ആരും അൺമ്യൂട്ട് ചെയ്യരുത്. അപ്പൊ ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഹൈ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, ക്വാളിറ്റി സേവനം ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ. അപ്പൊ ഇവര് നോക്കണം, ആര് നോക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ദാറ്റ് മീൻസ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് 6 months കോഴ്സ് you will become a hospital administrator. അപ്പൊ വിചാരിക്കേണ്ട നിസ്സാരക്കാരല്ല. ഒരു 6 മാസത്തെ ഈ ഒരു കോഴ്സ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മളും ആകും ആര്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ ശരിയായി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്താ പറയാ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഓപ്പൺ ആയിരിക്കുന്നത്. സോ യു ഹാവ് ടു യൂസ് ഇറ്റ് മാക്സിമം. നമ്മളത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാനും എന്താ പറയാ ചിന്തിക്കാം. യാതൊരു പേടിയും വേണ്ട, ഒരു കുഴപ്പമില്ല. നമ്മൾ പഠിക്കുന്ന ഇനി അതിന്റെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറയട്ടെ. ഇത് നമ്മൾ എന്തിനാ പഠിക്കണേ? നമ്മൾ എപ്പോഴും എന്തിനാ പഠിക്കണേ? കുട്ടികളോടൊക്കെ ചോദിക്കുമല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ ചോദിക്കുമ്പോ അപ്പൊ തന്നെ കുട്ടികൾ മറുപടി പറയും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ പറയും, ജോലി കിട്ടാൻ, അല്ലാതെ പിന്നെ എന്തിനാ, അല്ലെ? അത് മാത്രമാണോ നമ്മുടെ ലക്ഷ്യം? ഓൺലി ടു ഗെറ്റ് എ ജോബ്, അതാണോ ലക്ഷ്യം? അല്ല, ഒരിക്കലും അല്ല. യു ഹാവ് ടു ബി എഡ്യൂക്കേറ്റഡ് ഇൻ ഓൾ ലെവൽസ്. ഏത് മേഖലകളെ കുറിച്ചും എന്താ പറയാ സംസാരിക്കാൻ നമുക്ക് കഴിവുള്ളവരാകണം. അതെങ്ങനെ കിട്ടുക? അതാത് മേഖലകൾ പോയി പഠിക്കണം. അല്ലാതെ എങ്ങനെ കിട്ടുക? നമുക്ക് ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു വാക്കില്ല, അല്ലേ? ഡിക്ഷണറിയിൽ പറയുന്നുണ്ട്. there is no word in the dictionary as impossible. പോസിബിൾ എന്ന് പറയുന്ന വാക്ക് തന്നെ പറയുന്നുണ്ട്. ഇമ്പോസിബിൾ എന്ന് പറയുന്നത് ഇതില്ല, അതിനകത്ത് തന്നെ ഉണ്ട് പോസിബിലിറ്റി. ഇമ്മ മാറ്റി കഴിഞ്ഞാൽ പിന്നെ പോസിബിലിറ്റി ആണുള്ളത്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ജോലി കിട്ടുക എന്നുള്ളതും ഒരു കാര്യമാണ്. അതോടൊപ്പം we have to know about that particular section or particular field. ആ ഒരു ഫീൽഡിനെ കുറിച്ച് നമുക്ക് അറിവുള്ളവരാകണം. എന്താണ് ഈ സംഭവം ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് പഠിക്കാം. നമുക്ക് എന്തെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കൺവേ ചെയ്യണമെങ്കിൽ ഇതിനെ കുറിച്ച് you can give that by understanding what is hospital administration. ഈ ഒരു കോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കുറിച്ച് പഠിച്ച ആ ടോപ്പിക് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ പറ്റും. ആരെങ്കിലും ചോദിച്ചാൽ ഇത് എന്താ ഈ സംഭവം, കുറെ കണ്ട് കളിക്കേണ്ടല്ലോ, വീഡിയോസ് ഷോർട്സ് ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ട് നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഷോർട്ട് വീഡിയോസ് ഒക്കെ ഞാനും കാണാറുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് അറിയണ്ടേ? അറിയണമെങ്കിൽ നമ്മളിത് പഠിച്ചേ മതിയാകൂ. അപ്പൊ അത് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. ഇതിപ്പോ നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാ, ഇതിന്റെ ഗ്രാജുവേഷൻ ഉണ്ട്, PG കോഴ്സുകളും ഒക്കെ ഉണ്ട്. നമ്മൾ അതിന്റെ തുടക്കത്തിലാണ്, ആദ്യത്തെ പടിയിലാണ് നമ്മൾ പടിപടിയായിട്ടാണ് മുകളിലേക്ക് കയറുക എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ നമ്മള് ജോലി കിട്ടുക എന്നുള്ള മാത്രം ലക്ഷ്യമല്ല നമ്മൾ എന്ത് കോഴ്സ് പഠിച്ചാലും. അതിന് ആ ഒരു ജോലി കിട്ടുക എന്നുള്ളത്, നമ്മൾ ആ കാര്യത്തെ കുറിച്ച് അറിവുള്ളവരാകുക എന്നുള്ളത്, നമുക്കറിയാവുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ 2-3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഏത് കോഴ്സ് നമ്മൾ എടുത്ത് പഠിക്കുമ്പോഴും അറിഞ്ഞിരിക്കേണ്ടത്. പറയും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, ജോലി കിട്ടുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. കിട്ടണമല്ലോ, അല്ലെ? അത് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ കിട്ടില്ല. നമുക്ക് വേണ്ട ജോലി നമ്മള് വീട്ടിലിരുന്നാലൊന്നും കിട്ടില്ല. നമ്മളത് തേടി പിടിച്ച് തന്നെ പോണം. നമ്മളെ അന്വേഷിച്ച് ജോലിയൊന്നും ഒരിടത്തും വരില്ല. We have to go for it. നമ്മൾ അതിനു വേണ്ടി പഠിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം. അതിന്റെ ഒരു ചവിട്ടുപടിയാണെന്ന് വിചാരിച്ചാൽ മതി. ഇനി എന്താ പറയാ, നമ്മളിപ്പോ ജോലി കിട്ടുക, നമ്മളിപ്പോ പറഞ്ഞു ജോലി കിട്ടുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ജോലി കൊണ്ട് ആരെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചവരാണോ, ഇവിടെ ജോലിയുണ്ട് എന്ന് പറഞ്ഞാൽ ആരും വിളിക്കില്ല. നമ്മൾ അത് അന്വേഷിച്ച് പോകുക. നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും അത് വളരെ സ്മാർട്ടായിട്ടും എനർജറ്റിക് ആയിട്ടും ചെയ്യാൻ താല്പര്യം ഓടിച്ചു തൂങ്ങി, അല്ലെങ്കിൽ അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഉള്ള ഒരു മൂഡിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് കാര്യം പറ്റില്ല. ഓക്കെ, നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് സ്മാർട്ടായിട്ട് സ്പ്രിംഗ് പോലെ ചാടി നിൽക്കണം. അപ്പോഴാണ് നമുക്ക് ഏത് മേഖലയിലും നമ്മളുടെ കഴിവും മികവും ഒക്കെ തെളിയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം, അത് പുറത്തേക്ക് കൊണ്ടുവരണം. ഒരുപാട് അത് പുറത്തേക്ക് വിസിബിൾ ആകുന്ന എപ്പോഴാണെന്ന് അറിയാം, നമ്മൾ കൂടുതലായിട്ട് അറിവുകൾ പല സ്ഥലത്തു നിന്ന് നേടുമ്പോഴാണ് നമുക്ക് ആ ഒരു എനർജി, ആ ഒരു പവർ, ധൈര്യം ഒക്കെ നമുക്ക് കിട്ടുള്ളൂ.
അല്ലെ? എന്തെങ്കിലും കുറച്ച് അറിവുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ മടിക്കും. ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകോ എന്നൊക്കെ ഉള്ള സംശയം വരും. കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിവ് നേടി കഴിയുമ്പോൾ നമുക്ക് അതിനെ എന്താ പറയാ, നമ്മൾ കുറച്ചുകൂടി ഓപ്പൺ ആകും, എക്സ്ട്രോവേർട്ട് ആകും, അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ ഒതുങ്ങി കൂടി മടി, അല്ലെങ്കിൽ നമുക്ക് പേടി, ഫേസ് ചെയ്യാനുള്ള പേടി, ഒത്തിരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ഇല്ലാതിരിക്കാനൊക്കെ ഡിഫറെന്റ് കോഴ്സസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നല്ലതാണ്. നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, നമ്മൾ ഓൾ ആർ സ്റ്റുഡൻസ്. ഈച്ച് ആൻഡ് എവറി ടൈം, ഓരോ നിമിഷവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. എല്ലാവരും പഠനം ഒന്നും തികഞ്ഞവരൊന്നുമില്ല. അപ്പൊ എല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ വിദ്യാർത്ഥികൾ. അതോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷ്യമായ ജോലിയിലേക്കും നമുക്കിത് ഹെൽപ്ഫുൾ ആകും എന്നുള്ള കാര്യം ഓർക്കാം. What is the qualification of this course? അപ്പൊ നമ്മൾ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, അപ്പൊ അതെന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്? +2 ലെവലിൽ തന്നെയാണ് ഇതിന്റെ ഏറ്റവും മിനിമം വേണ്ട ക്വാളിഫിക്കേഷൻ. +2 കഴിഞ്ഞവരാണ് ഈ ഒരു കോഴ്സ്, അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ഒക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും പഠിക്കണമെങ്കിൽ അതിന്റെ 1 ഇയർ കോഴ്സ് ആയിട്ടുള്ള ഗ്രാജുവേഷനും അതുപോലെ PG ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഇതിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകണമെങ്കിൽ ഇതൊരു 6 months കോഴ്സ് ഒക്കെ പഠിച്ച് അതിന്റെ കൂടുതൽ പഠനങ്ങളിലേക്ക് പോകാനോ, അല്ലെങ്കിൽ ഇത് വെച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഉപയോഗിച്ച് ഇത്രയും മതി, ഇത് വെച്ചിട്ടുള്ള ഒരു എന്താ പറയാ ജോബിനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ അത് ചോയ്സ് ആണ്, യു ക്യാൻ ഡു ഇറ്റ്. അപ്പൊ അതാണ് ഒരു +2 ലെവലാണ് നമ്മൾ ഇതിന്റെ ഒരു എന്താ പറയാ കോഴ്സിന്റെ വേണ്ട ക്വാളിഫിക്കേഷൻ എന്നാണ് പറയാം. ഇനി who are hospital administrators? ആരാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ there will be some law and orders, കുറെ നിയമങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. there will be many financial aspects, ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, അല്ലെ? these all things, law and orders, financial aspects, then human resource ആരത്? ഏത് ഓർഗനൈസേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ we can see the manpower is the most important component of an organization. ഒരു മനുഷ്യ സമ്പത്ത് അല്ലെങ്കിൽ മനുഷ്യ എന്താ പറയാ ശക്തി എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മനുഷ്യനില്ലാതെ ഒരു ഓർഗനൈസേഷനെയും നമുക്ക് എന്താ പറയാ അതിന്റെ സക്സസിലേക്ക് എത്തിക്കാൻ പറ്റില്ല. ഏതൊരു ഓർഗനൈസേഷന്റെ സക്സസിന്റെ പിന്നില് മാൻ പവർ തന്നെയാണ്, മനുഷ്യൻ തന്നെയാണ് ഏറ്റവും ബുദ്ധിയും ബോധവും വെളിവൊക്കെ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത്. എത്ര മെഷീൻസ് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ നോക്കിയാലും മനുഷ്യന്റെ എന്താ പറയാ ഒരു പവർ എന്ന് പറയുന്നത് അത് വേറൊന്നും തന്നെയാണ്. ഓർഗനൈസേഷൻസിലെ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് കൊണ്ടുവന്ന് വെച്ചു അവിടെ നമുക്ക് മനുഷ്യന്റെ ആവശ്യമില്ല, അവരില്ലാതെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യം. Success of any organization depends upon the important component that is manpower. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ശക്തി അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ഓർഗനൈസേഷൻസിലും അതിന്റെ കാര്യങ്ങളൊക്കെ സക്സസിലേക്ക് എത്തുള്ളൂ. ഇപ്പൊ ഇത്രയും കുട്ടികൾ ഇവിടെ ക്ലാസ്സിൽ കേൾക്കാൻ വേണ്ടിയിട്ട് 310 സ്റ്റുഡൻസ് ഇപ്പൊ ഇത് കാണാനും കേൾക്കാനൊക്കെ വേണ്ടി ഇതിങ്ങനെ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കില്ല. സോ ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ് ടു യു there should be a person, അവിടെ ഒരാളുണ്ടായിരിക്കണം, അല്ലെ? എന്നാൽ അതിലൂടെ സിസ്റ്റം ഉണ്ട്, എല്ലാം റെഡിയാണ്, എല്ലാവരും ഗൂഗിൾ മീറ്റിലൂടെ കയറി ലിങ്കിലൊക്കെ അവിടെ കയറിയിരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആകുമോ? ഇല്ല. somebody should be there to communicate such things. ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ കൊടുക്കാനൊക്കെ ആരെങ്കിലും ഒക്കെ വേണം അവിടെ. അപ്പൊ ഏത് ഓർഗനൈസേഷനും ഹ്യൂമൻ പവർ ഇപ്പൊ എത്ര മെഷീൻസും എക്യുപ്മെന്റ്സും ഉണ്ടായാലും ടു വർക്ക് ദാറ്റ് പർട്ടിക്കുലർ മെഷീൻ there should be a person. ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനോ എന്ത് വേണം? മാൻ പവർ ആവശ്യമുണ്ട്. അപ്പൊ മാൻ പവർ കൂടാതെ ഒരു എന്താ പറയാ ഹോസ്പിറ്റൽസും ഓർഗനൈസേഷൻസും ഒരു ഓർഗനൈസേഷൻസും സക്സസ് ആവില്ല. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സസ്, law and orders and financial aspects of the hospitals should be planned, coordinated, directed by some group of people. ഇതെല്ലാം തന്നെ എന്താ ചെയ്യാ പ്ലാൻ ചെയ്യണം. എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സസിനെ അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ, അവർക്ക് മോട്ടിവേഷൻസ് കൊടുക്കാൻ, അവരെ ട്രെയിൻ ചെയ്യിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് നേരത്തെ പ്ലാൻ ചെയ്യണം. അതനുസരിച്ച് ഡയറക്റ്റ് ചെയ്യണം, ഡയറക്ഷൻസ് കൊടുക്കണം. പിന്നെ അതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകിച്ച് ഏകോപിപ്പിക്കണം. ഇതെല്ലാം ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വേണം. അവരെയാണ് നമ്മൾ എന്താ വിളിക്കുക? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുക. അവരെയാണ് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അത് ഹോസ്പിറ്റലിനെ സംബന്ധിക്കുമ്പോഴാണ് അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് ആ പ്ലാനിങ്ങിലൂടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആളുകളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. Then what is the scope of hospital administration? ഇതുകൊണ്ടുള്ള ഒരു സ്കോപ്പ് എന്താണ്? എന്താ അതിന്റെ ഒരു കാഴ്ചപ്പാട്? ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, see, we know that in this
ന്യൂ വേൾഡ്, ഈ ഒരു പുതിയ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഹെൽത്ത്, സുപ്പീരിയർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആർ ഇൻക്രീസിംഗ് ഡേ ബൈ ഡേ. അത് വളരെ നല്ല ഗുണനിലവാരമുള്ള സുപ്പീരിയർ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസുകൾ, ഫെസിലിറ്റീസ് ഒക്കെ ഓരോ ദിവസം പ്രതി, ഓരോ നിമിഷം പ്രതി ഓരോ ഹോസ്പിറ്റൽസിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുവരിക, അല്ലെ, പുതിയ പുതിയ രൂപത്തില് രോഗങ്ങളെ മാറ്റാന്, അല്ലെങ്കിൽ പുതിയ പുതിയ മരുന്നുകൾ ഇന്നോവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക, പുതിയ പുതിയ ട്രീറ്റ്മെന്റ് രീതികൾ കൊണ്ടുവരിക, എല്ലാം പുതുമകളാണ്. ഒത്തിരി ഇന്നോവേഷൻസ് ആണ്. അത്തരം പുതിയ പുതിയ ഫെസിലിറ്റീസ് ആണ് ഇന്ന് ഓരോ ദിവസവും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അത് ഇൻക്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ബിക്കോസ് അവർ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിംഗ് ഡേ ബൈ ഡേ. എന്താ കാരണം? നമ്മുടെ ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ജനസംഖ്യ വർദ്ധിക്കുമ്പോ പിന്നെന്ത് വന്നു? ഹെൽത്ത് ഇഷ്യൂസ് ആർ ഓൾസോ ഇൻക്രീസിങ്. എന്തുവന്ന്? നമ്മളുടെ മനുഷ്യന്മാര് കൂടി പെരുകി വന്നപ്പോൾ മനുഷ്യന്മാർക്ക് കൊണ്ടുവരുന്ന രോഗങ്ങളും പെരുകാൻ തുടങ്ങി. അപ്പൊ ഈ രണ്ടും പെരുകി കഴിഞ്ഞപ്പോ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അതും ഇൻക്രീസ് ചെയ്യണ്ടേ? ഓക്കെ, അപ്പൊ അതും ഇൻക്രീസ് ചെയ്യേണ്ടതിന്റെ ആ ഒരു നെസസിറ്റി, ആവശ്യകത അവിടെ ഉടലെടുത്തു. സോ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ഈ പറയുന്ന ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഈ കാര്യങ്ങളെയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സ്കോപ്പ് അതാണ്. ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ദ ഹെൽത്ത് ഇഷ്യൂസ് ഓൾസോ ഇൻക്രീസ്, ആൻഡ് ഡ്യൂ ടു ദിസ് ഇൻക്രീസ് also the health care system facilities or their services are also increasing. ഇതാണ് കണക്റ്റഡ് ആണ്. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് ഹെൽത്ത് പ്രോബ്ലംസ് ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് അവിടെ കൊടുക്കേണ്ട സുപ്പീരിയർ ആയിട്ടുള്ള സർവീസുകളും ഇൻക്രീസ് ചെയ്യേണ്ടത് അത്യാവശ്യമായി വന്നു. ഇതെല്ലാം നടത്തണമെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വേണം. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് പ്രോസസ്സ് ഇൻക്ലൂഡ് ചെയ്തത് ഹോസ്പിറ്റൽസിൽ. ഓക്കെ, then you may doubt what will be the job opportunities provided. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് ഇതിനകത്തുള്ള ജോലി സാധ്യതകൾ എന്തൊക്കെയായിരിക്കും, എവിടെയൊക്കെയാണ് ജോലി കിട്ടുക? എല്ലാവരും കൂടി ഇത് പഠിച്ചു കഴിഞ്ഞ് അപ്പൊ തന്നെ സർട്ടിഫിക്കറ്റ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒറ്റ ഓട്ടം ഹോസ്പിറ്റൽസിലേക്ക് മാത്രമാണോ എന്നാണ് ചോദ്യം. അല്ല എന്നാണ് ആൻസേഴ്സ്. അപ്പൊ ഓക്കെ, യു ക്യാൻ ഓൾസോ വർക്ക് അറ്റ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്. നമുക്ക് ഹോസ്പിറ്റൽസിൽ മാത്രമല്ല ക്ലിനിക് ഒക്കെ ഉണ്ടാവില്ലേ, ക്ലിനിക്കൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ, പിന്നെ പബ്ലിക് ഹെൽത്ത് സർവീസസ് ഓർ ഏജൻസീസ്, ഗവൺമെന്റ് ഹെൽത്ത് സർവീസസിൽ വർക്ക് ചെയ്യാം. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇന്ന് ഇതിന് സ്കോപ്പ് ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ്, അത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് മെഡിക്ലെയിം ഇൻഷുറൻസുകളൊക്കെ ഇല്ലേ, ആ ഒരു കമ്പനികളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. മെന്റൽ ഹെൽത്ത് ഫെസിലിറ്റീസ്, മെന്റലി ഡിസോർഡർ ആയിട്ടുള്ള ആളുകളൊക്കെ അവിടെ അത്തരം ഹെൽത്ത് പ്രോബ്ലംസുമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടെങ്കിൽ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യാം. ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ ആയിട്ട് പുറത്ത്. പിന്നെ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, വയ്യാണ്ടൊക്കെ അസുഖം ബാധിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഒത്തിരി ഏജ് ഓവർ ആയിട്ട് കൊണ്ടോ ഉണ്ടാവുന്ന അസ്വാസ്ഥ്യങ്ങൾക്കൊക്കെ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, പുനരധിവസിക്കുന്ന സ്ഥലങ്ങളൊക്കെ. അവിടെയും ഒക്കെ നമുക്ക് ഇതിന് ജോബ് സാധ്യതകളാണുള്ളത്. പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസിലും ഉണ്ട്. അപ്പൊ ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുങ്ങിക്കൊടുക്കുന്ന ഒരു സംഭവമല്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞാലുള്ളത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് എന്താ പറയാ അറിയാൻ കഴിയുന്നത്. എവിടേക്കാണ്? ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, പബ്ലിക് ഹെൽത്ത് ഏജൻസീസ്, ഗവൺമെന്റ് ഹെൽത്ത് സർവീസസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, health insurance companies, mental health facilities, international healthcare system, rehabilitation centers and private nursing homes. ഇവിടെയൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കോഴ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത അപ്പൊ തന്നെ അത് ഓരോ ലെവൽ അനുസരിച്ചാണ്. നേരത്തെ പറഞ്ഞു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ് നമ്മൾ എടുക്കുന്നത്. ഗ്രാജുവേഷൻ ഉണ്ട്, PG ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നവർക്ക് അതിൻ്റെതായ രീതിയിൽ പ്രൊമോഷൻസ് അത് പ്രൊമോട്ട് ചെയ്ത് നമുക്ക് അത്തരം വലിയ വലിയ മേഖലകളിലേക്കൊക്കെ പോകാനും സാധിക്കുമെന്നുള്ളതാണ് ഈ കോഴ്സ് കൊണ്ട്. എന്ത് പഠിച്ചു കഴിഞ്ഞാലും 1ാം ക്ലാസ്സിൽ പോയി പരീക്ഷ എഴുതി പാസ്സാവാത്ത 2ലാവില്ലല്ലോ. 2ലും 3ലും 4ലും 5ലും 6ലൊക്കെ 10 വരെ പഠിച്ചിട്ട് ആണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ജോബ് തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഏത് മേഖലയിലേക്ക് പോകണമെന്ന് അറിയാനായിട്ട് നമുക്ക് അതനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കണമെങ്കിൽ 10th വരെ പോകണം. അല്ലാണ്ട് എനിക്കിപ്പോ 10th ഒന്നും പോകാൻ നേരമില്ല, എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഡിഗ്രിക്ക് ചേരണം, നടക്കുന്ന കാര്യമില്ല അല്ലെ. അതുപോലെ തന്നെയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ആയിട്ടാണ് നമുക്ക് പോകാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്.
Then what about its salary? ഇനി ഇതിന്റെ സാലറിയെ കുറിച്ച് നമുക്ക് എന്താണെന്ന് പറയാം. മ്യൂട്ട് ചെയ്യോ? ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പ്ലീസ് മ്യൂട്ട്. മഷിത മ്യൂട്ട് ചെയ്യാമോ? മഷിത ഓക്കെ. അപ്പൊ വാട്ട് അബൌട്ട് ഇറ്റ്സ് സാലറി നോക്കാം. നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് നമുക്ക് എന്ത് സാലറിയാണ് ഉണ്ടാകുക പ്രതീക്ഷിക്കാം. അപ്പൊ ഒരു ട്രെയിനിങ് പീരീഡിലൊക്കെ, അതായത് ഒരു ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു താഴെ നിന്നുള്ള ലെവലിൽ നിന്നായിരിക്കുമല്ലോ നമുക്ക് ഇതിനെ പോകുക. അപ്പൊ ഒരു ട്രെയിനിങ് ലെവലിലൊക്കെ ആകുമ്പോൾ യു ക്യാൻ എക്സ്പെക്ട് എ സാലറി അബൌട്ട് ബിറ്റ്വീൻ 10,000 to 20,000. നമ്മളുടെ ഒരു 10,000 to 20,000 റൗണ്ടിൽ റേഞ്ചിൽ നമുക്ക് സാലറി എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു ട്രെയിനി ഒക്കെ ആയിട്ടുള്ള സമയത്തൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചൊക്കെ ഇൻക്രീസ് ചെയ്തു വരും. ഏത് ജോലിയിലും അങ്ങനെ തന്നെയാണ്. ചെല്ലുമ്പോൾ തന്നെ ഫുൾ എമൗണ്ട് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയവർക്ക് കൊടുക്കുന്ന അതേ സാലറികൾ നമുക്ക് കിട്ടില്ല എന്ന് നമുക്കറിയാം. അത് ഏതിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന സാലറി എന്ന് പറയുന്നത് അറൌണ്ട് 30,000 to 40,000 ആണ്. ഏകദേശം 30,000-40,000 ഇടയിലാണ് എന്നുള്ളതാണ് ഇതിന്റെ സാലറി ഒരു കാര്യത്തെ കുറിച്ച്. ആൻഡ് ഓൾസോ യു ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി. അകത്തും പുറത്തൊക്കെ നിങ്ങൾക്ക് ഇതിനുള്ള എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒത്തിരി ഇപ്പൊ നമ്മളുടെ ഈ കഴിഞ്ഞ ബാച്ചസ് ഓൾറെഡി വി ഹാവ് കംപ്ലീറ്റഡ് 3 batches ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. ഒത്തിരി കോഴ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ ഒരു 3 batches നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഒരു എന്താ പറയാ നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മാം അതിന്റെ അകത്ത് നമ്മളുടെ ഇതിൽ ജോയിൻ ചെയ്തിരുന്നു. മീൻസ് അവര് കുറച്ച് ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്യുന്നതൊക്കെയാണ്. അപ്പൊ മീൻസ് കുറച്ച് ഏജ് ആയിട്ടുള്ള ആളായിരിക്കണം. ഐ തിങ്ക് സോ. അപ്പൊ ആ മാം അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താണ്. സോ ഷീസ് എക്സ്പെക്ടിങ് സം ജോബ് അബ്രോഡ്. പുറത്തെവിടെയോ പോയി ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് എന്താ പറയാ, നമുക്ക് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ അല്ലേ, അതൊക്കെ വെറുതെ ഒരു നമ്പർ മാത്രമാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ജോലി ചെയ്യാൻ ഇഫ് യു ആർ വില്ലിംഗ്, യു ആർ ഹെൽത്ത് ഈസ് ഓക്കെ, നമുക്ക് ചെയ്യാം. എത്രത്തോളം വരെ എപ്പോ വരെ ഓടാൻ പറ്റും അപ്പൊ വരെ ഓടിക്കൊണ്ടേയിരിക്കാം. ഓട്ടം നിർത്തി നമ്മൾ എവിടെയെങ്കിലും ഒതുങ്ങി കൂടുമ്പോൾ നമ്മൾ അങ്ങനെ ആയി പോകും. മടിയും പ്രായവും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ ഉള്ളിലേക്ക് കയറിപ്പോരും അല്ലെ. അത് ഇല്ലാന്ന് വിചാരിച്ച് ഓടാന്ന് തുടങ്ങി കഴിഞ്ഞാൽ നിർത്താതെ ഓടിക്കോ. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും ഓടിക്കൊണ്ടിരിക്കുമ്പോ വീഴുന്ന നല്ലത് അല്ലെ, അതായിരിക്കും നല്ലത്. ഓക്കെ. അപ്പൊ ആ മാം ഇതുപോലെ പോയിരിക്കുകയാണ്. പുള്ളിക്കാരിയുടെ ഇത് കംപ്ലീറ്റ് ചെയ്തു, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അവരുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇഷ്യൂ ചെയ്തു. അപ്പൊ അവർക്ക് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞത്. പുള്ളിക്കാരി പറഞ്ഞത് അങ്ങനെയാണ്. ഓക്കെ. ഷെയർ ചെയ്ത കാര്യം നിങ്ങൾക്ക് കൂടി ഞാൻ ഷെയർ ചെയ്ത് എനിക്കറിയാവുന്നതേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞത്. നമ്മളെപ്പോഴും ഓരോ തരത്തിലും സ്റ്റുഡൻസ് ആണ്. ടീച്ചർ ആണെങ്കിൽ കൂടി നമ്മളും ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചുറ്റും അറിഞ്ഞുകൊണ്ടിരിക്കുക. കുട്ടികളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ചില കാര്യങ്ങൾ അറിയാം. ചെറിയ കുട്ടികൾ അവരൊക്കെ കാണിക്കണമെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ നോക്കി പഠിക്കും ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തന്നെ വലിയവരിൽ നിന്നും പഠിക്കാനുണ്ട്, കുട്ടികളിൽ നിന്ന് പഠിക്കാനുണ്ട്, ഈ നമ്മളുടെ ഒപ്പമുള്ള സബോർഡിനേറ്റ്സിൽ നിന്ന് പഠിക്കാനുണ്ട്, കൊളീഗ്സിൽ നിന്ന് പഠിക്കാനുണ്ട്, ഒത്തിരി മക്കളിൽ നിന്ന് പഠിക്കാനുണ്ട് ഇഷ്ടംപോലെ. മക്കളെ നമ്മൾ ഓരോ ദിവസം പഠിപ്പിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ അതും പഠിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഇതും നിങ്ങൾക്കുള്ളത് നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. ഒട്ടും ശല്യിക്കാണ്ട്. ഒത്തിരി ആൾക്കാർ ഇപ്പൊ വിചാരിച്ചിട്ടുണ്ടാവോ ഇതെന്താണാവോ ഇവര് നമ്മളെ പറ്റിക്കോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഒത്തിരി ആളുകള്. ഒന്നും പേടിക്കണ്ട. ഒത്തിരി 3 batches നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ വളരെ നിങ്ങളോട് വളരെ അനുസരിച്ച് അവര് വളരെ എന്താ പറയാ അവരുടേതായ രീതിയിൽ നിങ്ങളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകളൊക്കെ എടുത്തു തരുന്നതായിരിക്കും. ക്ലാസ്സുകളെ കുറിച്ചിട്ട് ഇനി ബാക്കി ക്ലാസ്സുകളെ കുറിച്ച് പറയാം. അപ്പൊ നമ്മൾ ആ കോഴ്സിനെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങൾക്കുണ്ടാകുന്ന കോഴ്സിനെ സംബന്ധിക്കുന്ന ഒരു ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു സെഷൻ. ഓക്കെ. ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഒന്നും പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ നമ്മളിവിടെ കൊടുക്കുന്ന ക്ലാസ്സസും അത്രയും നിങ്ങൾക്കറിയാം. ഇവിടെ ചിലപ്പോ ജസ്റ്റ് +2 പാസ്സായ ആളുകളും ഒത്തിരി ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകളും ഈ ഒരു ഗ്രൂപ്പിൽ നമ്മൾ എടുക്കുന്ന ആ ക്ലാസ്സിന്റെ ഒരു ഗ്രൂപ്പിലും ജോയിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആ രീതിയിലായിരിക്കും ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ അവർക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. ഞാൻ സമയം തരാം. 10 മിനിറ്റ് തരാട്ടോ ഞാൻ പറയാനായിട്ട്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ പറഞ്ഞുതരാം.
ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കും നമ്മളുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക. അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്കി എന്താ പറയാ, നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഒരു ബുക്ക്, നമ്മൾ ISSDയുടെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ ഒരു ബുക്കാണ്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 മൊഡ്യൂൾസ്. 4 മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 1, 2, 3, 4 മൊഡ്യൂൾസ് ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സാം, ഒരു പരീക്ഷ ഉണ്ടായിരിക്കും, വിച്ച് ഈസ് ഔട്ട് ഓഫ് 60 മാർക്സ്. 60 മാർക്കിലുള്ള ഒരു ശ്രദ്ധിച്ച് കേൾക്കാണ്ട് ഇത്തരം കാര്യങ്ങൾ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറച്ചുകൂടെ കേൾക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് മറന്നുകൊള്ളതാണോ വെറുതെ ചോദിക്കുന്നതാണോ അറിയില്ല. ഓരോ ടീച്ചേഴ്സ് അവരവരുടെ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഈ സംശയമൊക്കെ പൊക്കി വരും. ടീച്ചറെ എത്ര ചാപ്റ്റർ ഉണ്ട്, എത്ര മൊഡ്യൂൾ ഉണ്ട്, അതാരൊക്കെ എടുക്കണേ, എന്നിട്ട് അതിന്റെ പരീക്ഷ എപ്പോഴാ, ഇതൊക്കെ ഞാനിവിടെ വ്യക്തമായിട്ട് ഇരുന്ന് പറഞ്ഞിട്ട് പോണേ. സംശയമുള്ളവർ അവിടെ എഴുതി വെക്കാം, നോട്ട് ചെയ്ത് വെക്കാം. മറന്നുപോകുന്ന ആൾക്കാരുണ്ടെങ്കിലേ അവിടെ എഴുതി വെക്കണം. എന്നിട്ട് ഓരോ ടീച്ചേഴ്സ് വരുമ്പോ അവരോട് ചോദിക്കാൻ നിൽക്കരുത് പ്ലീസ്. അതൊരു റിക്വസ്റ്റ് ആണ്. കാരണം ഓൺലി യു ഹാവ് ക്ലാസ്സസ്. ഒരു ടീച്ചറിന്റെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഓൺലി 1 hour ആണ്. ആ 1 hour കഴിയുമ്പോൾ ജസ്റ്റ് അടുത്ത ടീച്ചർ അപ്പൊ തന്നെ അടുത്ത ക്ലാസ് കയറി. യുവർ ടൈം ഈസ് 1:30 to 2:30 and 2:30 to 3:30. അത് വെച്ചാൽ 2 മണിക്കൂർ. 1:30 തുടങ്ങുന്ന ക്ലാസ് 3:30 ആയിരിക്കും അവസാനിക്കുക. മേ ബി അവിടെ ഒരു 1 or 2 മിനിറ്റ് ബ്രേക്ക് ഉണ്ടായിരുന്നു, ടീച്ചർ ചേഞ്ച് ചെയ്യാനുള്ള ബ്രേക്ക്. ദാറ്റ്സ് ഓൾ. അപ്പൊ അങ്ങനെയായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാകും. നിങ്ങളുടെ ക്ലാസ് അങ്ങനെയാണ്. ഓക്കെ, ആ ക്ലാസ്സിൽ ആ ടീച്ചർ വരുമ്പോ ആ ടീച്ചറോട് ഇങ്ങനെ വന്നിരുന്നു ഓരോ ദിവസവും വന്നിട്ട് ചോദിക്കുന്ന, ടീച്ചറെ അതില്ലല്ലോ, ടീച്ചർ ഇതില്ലല്ലോ, ടീച്ചർ അങ്ങോട്ട് കിട്ടിയില്ല, ഇതില്ല. നിങ്ങളൊരു പണി ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇങ്ങനെയുള്ള ചില എന്തെങ്കിലും ഡൗട്ട്സ് ഈ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതിനെ കുറിച്ചോ പ്ലീസ് ഇങ്ങനെയൊക്കെ ചെയ്യരുത്. അഭിരാമി പ്രസന്റിങ് ഓഫ് ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് എന്റെ ഈ മുഖമില്ലേ, ഈ മുഖം ഇത് കാണും ഇടയ്ക്കിടയ്ക്ക് എന്റെ ക്ലാസ്സിന്റെ തന്നെ. അപ്പൊ ഞാൻ വരുമ്പോ എന്നോട് ചോദിക്കാം. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് അത് എന്നോട് ചോദിക്കാം. ഓരോ ടീച്ചേഴ്സ് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ അവർക്ക് ഡൗട്ട്സ് ആയിരിക്കും. ചിലപ്പോൾ അവർ അവരുടേതായ രീതിയിൽ പറയും. ഒരാൾ പറയുന്ന രീതി ആവണമെന്നില്ല വേറൊരാൾ പറയാ. ഇത് എല്ലാം കൂടി എന്താ പറയാ, ഒരാൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് വരില്ല. അല്ലെങ്കിൽ എന്ത് പറ്റും, ഒരു ടീച്ചറോട് ചോദിച്ചു, അപ്പൊ ടീച്ചറുടെ വലിയ സൊല്യൂഷൻ കിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്നാം നമുക്ക് അടുത്ത ടീച്ചറോട് പറഞ്ഞു നോക്കാം. അടുത്ത ടീച്ചറോട് അവരോട് പറഞ്ഞു. അപ്പൊ അതെന്ത് പറയും, അതിൻ്റെതായ രീതിയിലുള്ള ഉത്തരം അത് തരും. അപ്പൊ എന്തായി, മറ്റേത് രണ്ടും തമ്മിൽ പൊരുത്തൂല. സോ നിങ്ങൾക്ക് വീണ്ടും സംശയം കൂടും. എന്തിനാ പഠിക്കുവാണെ നമ്മള്. അപ്പൊ ഒരാളോട് ചോദിക്കാം. അപ്പൊ ഞാൻ അതിന്റെ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ടീച്ചർമാര് എടുക്കുന്ന ടോപ്പിക്കിന്റെ ഡൗട്ട് അല്ലാണ്ട് ഞാൻ പറഞ്ഞേ. ആ ഒരു ടീച്ചർ വന്നിട്ട് ടീച്ചറുടെ ചാപ്റ്റർ എടുക്കുമ്പോൾ അതിനകത്ത് ഡൗട്ട് പുള്ളിക്കാരിയോട് തന്നെ ചോദിക്കണം, ടീച്ചറിനോട് തന്നെ ചോദിക്കണം. അതെന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഞാൻ എന്റെ പോർഷന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു. ഞാൻ അതല്ലാതെ നമ്മുടെ എന്താ പറയാ ടോപ്പിക് വൈസിലല്ലാത്ത ഡൗട്ട്സ് അബൌട്ട് യുവർ ക്ലാസ് റൂംസ്, അല്ലെങ്കിൽ ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ്സസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, നോട്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, സിലബസ്, അല്ലെങ്കിൽ ടൈം ടേബിൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഒഫീഷ്യൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് ഐ ക്യാൻ ക്ലിയർ. സോ യു മേ ആസ്ക് മീ. ഓക്കെ, അത്രയും കാര്യമില്ല. അത് നേരെ പറഞ്ഞപ്പോ പെട്ടെന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് മൊഡ്യൂൾസ് 4 മൊഡ്യൂൾസ് ആണ് ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് മൊഡ്യൂളുകളുണ്ട്. അതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോ ഐ തിങ്ക് ഇറ്റ് ഈസ് 3 months അല്ലെ, 3 മാസം കൊണ്ട് ആ 1-2 മൊഡ്യൂൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സാം, ഒരു എക്സാം ഉണ്ടായിരിക്കും. ഓൺലൈൻ ആണ് എക്സാം. ആ 2 മൊഡ്യൂൾസിന്റെ എന്താ പറയാ ടോപ്പിക്സ് തീർന്നു കഴിയുമ്പോൾ ആ എക്സാം 60 മാർക്സിലായിരിക്കും, 60 മാർക്കിലാണ്. അതിനുശേഷം മാത്രമാണ് വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് മൊഡ്യൂൾസ് 3 and 4. 3-4 മൊഡ്യൂള് അത് കഴിഞ്ഞിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാകുക. 3-4 മൊഡ്യൂൾസ് കഴിയുമ്പോഴും ഇതേപോലെ തന്നെ ഔട്ട് ഓഫ് 60 ഒരു എക്സാം ഉണ്ടായിരിക്കും. 3rd and 4th മൊഡ്യൂളിന്റെ മാത്രം. ആൻഡ് ആഫ്റ്റർ ഓൾ ദാറ്റ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ there will be a final exam. അതിന് മുമ്പ് ഒരു മോഡൽ എക്സാം ഉണ്ടായിരിക്കും, which will be out of 100 marks. 100 മാർക്കിലായിരിക്കും ആ പരീക്ഷ ഉണ്ടാകുക. ഓക്കെ, അതിനൊക്കെ ശേഷമായിരിക്കും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തരാം. അപ്പൊ പരീക്ഷകൾ അങ്ങനെയാണ്. 1ഉം 2ഉം കഴിഞ്ഞാൽ ഒരു പരീക്ഷ, 3ഉം 4ഉം കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ, 1ഉം 2ഉം കഴിഞ്ഞ് പരീക്ഷയും കഴിഞ്ഞിട്ട് 3ഉം 4ഉം മൊഡ്യൂള് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞേക്കണത് കേട്ടോ. അത് ഇനി മാറ്റി പറയില്ല ഞാൻ. കുറച്ചേരം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചോദിക്കണ്ട, ടീച്ചർ എല്ലാം കഴിഞ്ഞിട്ടാണ് 1-2 മൊഡ്യൂൾ പരീക്ഷ. ഞാൻ പറയില്ല കേട്ടോ മാറ്റി. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാതിരുന്നാൽ മതി. അപ്പൊ അങ്ങനെയാണ് പരീക്ഷകൾ. അപ്പൊ 60 മാർക്ക് 100 മാർക്ക് മൊഡ്യൂളുകൾ തിരിച്ചുള്ള പരീക്ഷകൾക്ക് 60 മാർക്കാണ്. ആൻഡ് ദ ഫൈനൽ എക്സാം വിൽ ബി കണ്ടക്ടഡ് ഔട്ട് ഓഫ്
100 മാർക്സ്, 100 മാർക്കായിരിക്കും പരീക്ഷ. ഓക്കെ, പിന്നെന്താ, പിന്നെ ഈ മൊഡ്യൂളുകളൊക്കെ ടീച്ചേഴ്സിന് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഒരു മൊഡ്യൂൾ മൊത്തം ഒരു ടീച്ചർ എടുക്കണേ, അടുത്ത മൊഡ്യൂൾ മൊത്തം രണ്ടാമത്തെ ടീച്ചർ എടുക്കണം, അങ്ങനെയില്ല. നിങ്ങൾക്ക് മൊഡ്യൂള് തിരിയുമ്പോ എന്താ പറയാ കഴിയുമ്പോ നമ്മൾ പറയും ഇന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾസ് തീർന്നു. മൊഡ്യൂൾ തിരിച്ചൊന്നും നമ്മൾ പഠിക്കണ്ട. നിങ്ങൾ ഓരോ ടീച്ചേഴ്സിന് അവർ വരുമ്പോ അവരെടുക്കുന്ന ടോപ്പിക്സ് വൈസ് പഠിക്കുക. ആൻഡ് ആഫ്റ്റർ ഓൾ ഈ ടെക്സ്റ്റ് ബുക്ക് കണക്കെയും 52 ചാപ്റ്റേഴ്സ്, 52 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള മൊഡ്യൂളുകളാണ് ഉള്ളത്. ഓക്കെ, 52-ല് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾസിൽ 35 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 35 ചാപ്റ്ററുകളും ബാക്കി 17 ചാപ്റ്റേഴ്സ് തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിലാണ്. നമ്മൾ വിചാരിക്കും 35 ഫസ്റ്റ് ആൻഡ് സെക്കൻഡില് പകുതി അല്ലല്ലോ ഇതിനകത്തുനിന്ന്. ഓക്കെ, പകുതിയല്ല. പക്ഷേ നമ്മുടെ ചാപ്റ്റർ നമ്പർ വൈസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്ററിന്റെ എന്താ പറയാ എക്സ്പ്ലനേഷൻസും കൺക്ലൂഷൻസും ഒക്കെ അതിന്റെ കണ്ടന്റ് വളരെ കുറവാണ്. കുറച്ച് കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണെന്നാണ് പറഞ്ഞു തന്നെ. ഓക്കെ, തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിൽ കുറച്ച് വലിയ ചാപ്റ്റേഴ്സ് ആണ് എല്ലാം ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നേക്കണേ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അതിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇഷ്യൂ ചെയ്യും. അത് മിക്കവാറും അത് ഇങ്ങനെ സെറിമണി ആയിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും. അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാമല്ലോ, അത് പോകെ സംസാരിക്കാം. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾക്ക് 1:30 to 2:30 തന്നെയായിരിക്കും ക്ലാസ്. ആരും ക്ലാസ് പ്രീവിയസ് ക്ലാസ് കാണാതെ നെക്സ്റ്റ് ഡേ ക്ലാസ് വാച്ച് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു വാച്ച് ദ ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ ബിഫോർ entering to the next class, you just watch the previous class which will be uploaded to your Google Classroom. Okay, നിങ്ങൾക്ക് ഇപ്പൊ ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല, ഇന്നത്തെ ക്ലാസ് അല്ല, ഇത് ഇൻട്രൊഡക്ഷൻ ആണ്, വേണ്ടവർ കയറി കണ്ടോട്ടെ, കുഴപ്പമില്ല. നമ്മുടെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇപ്പൊ ക്ലാസ് ഉണ്ടായിരുന്നു, എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ആക്സിഡന്റലി പെട്ടെന്ന് എവിടെയെങ്കിലും പോകേണ്ടി വന്നു, അപ്പൊ അതിൽ കയറാൻ പറ്റില്ല. അപ്പൊ നാളെ അടുത്ത ക്ലാസ് കാണുമല്ലോ, ഉച്ചയ്ക്ക് വീണ്ടും 1:30 ക്ലാസ് വരുമല്ലോ. അപ്പൊ അതിൽ ലൈവിൽ കയറാൻ പറ്റും. അതിന് കയറുന്നതിന് മുമ്പ് തന്നെ മറ്റേ ക്ലാസ് തലേ ദിവസത്തെ ക്ലാസ് ഒന്ന് വാച്ച് ചെയ്യാം. 2 ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അപ്പൊ 2 മണിക്കൂറിന്റെ ആ ക്ലാസ്സസ് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ സെൻഡ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ അത് വാച്ച് ചെയ്തിട്ട് മാത്രം അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോ ഒരു ചാപ്റ്റർ ഒറ്റ ദിവസം കൊണ്ടൊന്നും തീർക്കില്ല കേട്ടോ. ചിലപ്പോൾ ലെങ്തി ചാപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പൊ അത് അതിൻ്റെതായ സമയം എടുക്കും, കുറച്ച് സമയം കൂടുതലൊക്കെ എടുക്കും. അപ്പൊ അത് കാണാതെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാവും. ഓക്കെ, ഡെയിലി എല്ലാ ദിവസവും ഫ്രം മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ട്. എല്ലാ ദിവസവും ഈ സമയം തന്നെയാണ്, 1:30 to 3:30. 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ ഇടയിൽ ഗ്യാപ്പ് വരും, കറക്റ്റ് ഹാഫ് ടൈമില്. കാരണം അത് ടീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നത്, ടീച്ചർ മാറി അടുത്ത ടീച്ചർക്ക് ഇറങ്ങി വരും. പിന്നെ വേണ്ടത് ഈ ഓരോ ടീച്ചേഴ്സിനും വേണ്ടി എന്താ പറയാ, ഓരോ ടീച്ചേഴ്സിനും വേണ്ടിയിട്ട് അവരവർക്ക് വേണ്ടിയിട്ടുള്ള നോട്ട് ബുക്ക് നിങ്ങൾ കയ്യിൽ കരുതണം. നമുക്കിവിടെ പല സബ്ജക്ട്സ് അല്ല, സ്കൂളിലാണെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, സയൻസ് എന്നൊക്കെ പറഞ്ഞ് ലെവലൊക്കെ എഴുതി ഒട്ടിച്ച് സബ്ജക്ട് വൈസ് ടീച്ചേഴ്സിനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നോട്ട് എടുത്ത് വെക്കുക, അല്ലെ, റെഡി ആയിട്ടിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ടീച്ചേഴ്സിനെ കാണുമ്പോൾ ടീച്ചർമാരുടെ പേര് എന്ന് ഓർക്കുക, അവരുടെ പേരിൽ ഒരു നോട്ട്ബുക്ക് തയ്യാറാക്കി വെക്കുക. എന്റെ പേര് നിഷ, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് വേണ്ടി ഒരു നോട്ട്ബുക്ക് നിങ്ങൾ തയ്യാറാക്കി വെക്കാം. ഇപ്പോ വൈൽ ഐ ആം എക്സ്പ്ലെയിനിങ് ദ ഫസ്റ്റ് ടോപ്പിക്, ഒരു 4 പേരൊക്കെ ഉണ്ടായിരിക്കും. 4, 5, 4+1, അതായത് 5 വന്നത് ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നിങ്ങളുടെ ഈ ഒരു ടോപ്പിക്കിനകത്ത് കയറുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു നോട്ട്, അങ്ങനെ 5 നോട്ടുകൾ നിങ്ങൾ തയ്യാറാക്കി വെക്കാം. അപ്പൊ ആ ടീച്ചേഴ്സ് ക്ലാസ്സസ് എടുക്കുമ്പോ ഫർദർ എക്സ്പ്ലനേഷൻസ് റിഗാർഡിംഗ് എനി ടെക്നിക്കൽ ടേംസ് ഓർ മെഡിക്കൽ ടേംസ് സംതിങ്, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരത് നോട്ടിൽ എഴുതാൻ പറയും. ഇടയ്ക്ക് ചില ടേംസ് എന്താണെന്ന് വ്യക്തമായില്ല, അപ്പൊ നമുക്ക് അത് നോട്ട് ചെയ്ത് വെക്കാൻ പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് അതിന് കണക്ട് ചെയ്ത് നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ എക്സ്പ്ലനേഷൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തരും. അപ്പൊ നോട്ട് ചെയ്തിട്ടുണ്ടാവും ഈ നോട്ട്ബുക്ക്. ഓക്കെ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ അത് എഴുതി വെക്കണം. അത് നിങ്ങളുടെ ഫർദർ റെഫറൻസിനും അതുപോലെ എക്സാംസിന്റെ സമയത്തും നോക്കാനും ഒക്കെ ആവശ്യം വരും. അതുകൊണ്ട് ഒരു നോട്ട് ഓരോ ടീച്ചേഴ്സിനും 4+1 5 നോട്ട് എടുത്തു വെക്കണം. 4 നമ്മളുടെ ടോപ്പിക് വൈസിലുള്ള ടീച്ചേഴ്സ് എടുക്കുന്നതും, ഒരെണ്ണം ഇംഗ്ലീഷ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഒരു അതിന്റെ ഇടയിൽ വരുന്നുണ്ട്. ടൈം ടേബിൾസ് വിൽ ബി പ്രൊവൈഡഡ്, സിലബസ് ഓൾസോ വിൽ ബി പ്രൊവൈഡഡ്, ആൻഡ് ഓൾസോ യുവർ ചാപ്റ്റേഴ്സ് വിൽ ബി അപ്ലോഡഡ് ടു യുവർ ഗൂഗിൾ ക്ലാസ് റൂം. നിങ്ങൾക്ക് സിലബസും അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യും ക്ലാസ് റൂമിൽ. അപ്പൊ ഓർക്കുക, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിനെ ഇപ്പൊ ആദ്യം നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെയൊക്കെ നോട്ട്സ് പ്രിന്റ് എടുത്ത് നിങ്ങൾ കയ്യിൽ വയ്ക്കാം.
പ്രിന്റ് എടുത്ത് ഫോണിൽ നോക്കിയിട്ടുള്ളത് നമുക്ക് കണ്ണിനൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ബെറ്റർ എന്ന് പറയുന്നത് അതൊക്കെ നോട്ട്സ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് പിടിക്കുന്നതായിരിക്കും. ആ പ്രിന്റ് ഔട്ടിന്റെ ഒപ്പം നമ്മളുടെ ഈ ഒരു നോട്ട്ബുക്കും ഓരോ ടീച്ചേഴ്സിന് വേണ്ടി കീപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെന്താ, അത്രയൊക്കെയാണ് തൽക്കാലത്തേക്ക് നമുക്ക് എന്താ പറയാ കൊടുക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ജസ്റ്റ് കാര്യങ്ങളൊക്കെ. ടൈമിനെ കുറിച്ചും മറ്റൊന്നും നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പൊ ഓരോരുത്തർ ഒരു മിനിറ്റ് ഓരോരുത്തരായിട്ട് ചോദിക്കണം. പിന്നെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം തന്നെയാണ് അവനല്ലെങ്കിൽ അവൾ ചോദിച്ചത്. സോ വീണ്ടും ഞാനത് ചോദിക്കരുത് പ്ലീസ്. ഓക്കെ, ഡെയിലി ക്ലാസ് ഉണ്ട്, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്, മൺഡേ ടു ഫ്രൈഡേ. ട്രെയിനിങ് ഉണ്ടാവില്ല, ഇല്ല ട്രെയിനിങ് ഇല്ല. ട്രെയിനിങ് നമ്മൾ തന്നെ പോയി എടുക്കേണ്ടതാണ്. സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് ഓക്കെ, എന്റെ പേര് നിഷ എന്നാണ്, NISHA. സാറ്റർഡേ ക്ലാസ് ഉണ്ടോ? സാറ്റർഡേ ഇല്ല. സൺഡേ ഇല്ല അല്ലേ? തന്നിട്ടുണ്ടോ? ഇല്ല. ഇനി ഈ ആഫ്റ്റർനൂൺ സെഷനിലെ ക്ലാസ്സിൽ കയറുന്നവർക്ക് ഇഫ് യു ആർ ഫൈൻഡിങ് എനി ഡിഫിക്കൽട്ടി യു ക്യാൻ ആസ്ക് ദം ടു ഇൻക്ലൂഡ് യു ഇൻ ദ മോർണിംഗ് സെഷൻ. നിങ്ങൾക്ക് വേണ്ടില്ലേ, ചില ആൾക്കാർക്ക് ഇനിയിപ്പോ ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സിലായിരിക്കും ഇട്ടിരിക്കുന്നത്, അത്ര പറ്റുന്നില്ല, അതിൽ കയറാൻ പറ്റില്ലെങ്കിൽ മാത്രം മാക്സിമം നോക്കുക. അവിടെയും ഉണ്ട് കുട്ടികൾ, ഇത്രയൊക്കെ തന്നെ ഉണ്ട്. അവിടെ ഇവിടെ കയറാൻ പറ്റുന്നില്ല, ജോയിൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും എന്താ പറയാ കടുത്തതായിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മോർണിംഗ് സെഷനിലേക്ക് മാറാം. അതവിടെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. നിങ്ങളെ എന്താ പറയാ നിങ്ങൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കോൺടാക്ട് ചെയ്ത ആരാണോ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ മാം നോട്ട്സ് ഞങ്ങൾക്ക് തന്നൂടെ? നോട്ട്സ് തരുമല്ലോ. അല്ല PDF ഒക്കെ ആയിട്ട് വിട്ട് തന്നൂടെ? ഗൂഗിൾ ക്ലാസ് റൂമിലായിട്ട് സെൻഡ് ചെയ്യാം. നിങ്ങൾ അതിന്റെ പ്രിന്റ് എടുത്ത് ക്ലാസ്സിൽ കാണണം. ശരി. ഓഫ്ലൈൻ ക്ലാസ് ഇപ്പൊ വെക്കണ്ടോന്ന് എനിക്കറിയില്ല എങ്ങനെയാ നിലവില്. അതായത് ഓഫ്ലൈൻ വെക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ? എന്തായിരിക്കും? ഓൾ ദ സ്റ്റുഡൻസ് ആർ എവിടെയാ? ഫ്രം ഡിഫറെന്റ് പ്ലേസസ്. ഒത്തിരി വേറെ സ്ഥലത്തു നിന്നാണ്. ഒത്തിരി ഞങ്ങളുടെ ഈ നോർത്ത് പറവൂരിന്റെ അടുത്ത് കിടക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ ഈ പറഞ്ഞതില് എനിക്ക് രണ്ടുപേര് പറഞ്ഞത്, ഒന്ന് കൂനമ്പാവും ഒന്ന് നായരമ്പലവുമാണ്. അത് തന്നെ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. എനിക്ക് ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ്. ഡിഫറെന്റ് ഡിസ്ട്രിക്ട് തന്നെയാണ് അവര് മിക്കവാറും. സോ ഓഫ്ലൈൻ ക്ലാസ്. ഓക്കെ, ഹലോ മാം, ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാതെ പിന്നീട് ക്ലാസ് വാച്ച് ചെയ്യാൻ പറ്റില്ലേ? ഇപ്പൊ ജോബിന് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ ടൈമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? അതിനാ പറഞ്ഞത്, നിങ്ങൾക്ക് ഇന്ന് 1:30 ക്ലാസ് നടക്കുമ്പോ ആ 1:30 ക്ലാസ് കഴിഞ്ഞ് പിന്നെ 2:30 വേണ്ട ക്ലാസ് ഉണ്ട് 3:30 വരെ. ആ 2 ക്ലാസ്സസ് നാളെ മോർണിംഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങളുടെ ഒരു അബൌട്ട് 9:30 to 10 o'clock ആ ഒരു ടൈമിന് ഇടയില് 9:30 to 10 മണിക്കുള്ളില് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ക്ലാസ്സസ് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഉച്ചയ്ക്ക് 1:30 ക്ലാസ് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാൻ പറ്റും. ഹലോ മാം. മാം, ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ? ഇപ്പൊ ഈ ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്ന ടൈമില് ഈ വൈകുന്നേരം നമുക്ക് ഈ ക്ലാസ് ഇട്ട് തന്നൂടെ? ഈ ടൈമിൽ നമുക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേന്ന് മോർണിംഗിൽ ആ ക്ലാസ്സും കേട്ട് പിന്നെ അടുത്ത ക്ലാസ് കേൾക്കാനുള്ള ടൈം ചിലപ്പോൾ നമുക്ക് ഉണ്ടായില്ലെങ്കിലോ? ഇത് നമ്മൾ ഗൂഗിൾ മീറ്റ് നടത്തിയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ഈ ഗൂഗിളിൽ നിന്ന് നമുക്ക് ഈ റെക്കോർഡ് ചെയ്ത ക്ലാസ് നമുക്ക് അവർ തരണം. ഗൂഗിൾ തന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അത് നിങ്ങൾക്കായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഇവര് പറഞ്ഞത് എന്നോട്. അതെ മാം, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ നമുക്ക് ഈ പറയുന്ന ടൈമിൽ കയറാൻ പറ്റില്ല. നമുക്ക് രാത്രിക്ക് ഇരുന്ന് ക്ലാസ് കേട്ടിട്ട് രാവിലെ വീണ്ടും നമ്മൾ ഈ ടൈമിൽ കയറാം. പക്ഷെ നമ്മൾ ഈ ടൈമിൽ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ മോർണിംഗിൽ കയറിയിട്ട് പിന്നെ വീണ്ടും വരുന്ന, അതുകൊണ്ട് ചോദിച്ചാ. അത് ഞാനും രാവിലത്തെ കുട്ടികളും അങ്ങനെ ഒരു പോസിബിലിറ്റി ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ അവിടെ ഇൻഫോം ചെയ്തപ്പോ എനിക്ക് കിട്ടിയൊരു മറുപടി ഇതാണ്, നമുക്ക് അതിനെന്തെങ്കിലും വേറെ എന്തെങ്കിലും എന്താ പറയാ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത്. ഓക്കെ,
കാര്യം വേറെ ഓൺലൈൻ കോഴ്സിലൊക്കെ നമ്മൾ കേറുമ്പോ ഈ പറയുന്ന നമുക്ക് രാത്രിക്കുള്ളിൽ അവർ ഇട്ട് തരും. ആ ഈ റെക്കോർഡ് ചെയ്യുന്നത് ഗൂഗിൾക്കാരാണ്. ഗൂഗിൾ ഓക്കെ. മീറ്റ് വഴി ക്ലാസ്സസ് റെക്കോർഡ് ഗൂഗിൾ. സോ ദേ ഹാവ് ടു ഗിവ് us that class. അവർ തരണം നമുക്ക് ആ ക്ലാസ്, എന്നാലും നിങ്ങൾക്ക് അത് തരാൻ പറ്റും. അല്ല ഞാൻ മാഡത്തിന് പറഞ്ഞു മനസ്സിലായോ. കാര്യം നമുക്ക് രാവിലെ മോർണിംഗിൽ കയറിയിട്ട് നമ്മൾ ചിലപ്പോ ഹൗസ് വൈഫ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ജോലിയുള്ളവരായിരിക്കും. നമുക്കപ്പൊ രാത്രിക്ക് ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ രാവിലെ വീണ്ടും നമുക്ക് ഈ ഇത് രാവിലെ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് പിന്നെയും വീണ്ടും, അതുകൊണ്ട് ചോദിച്ചാ മാം. കാര്യം എനിക്ക് മനസ്സിലായി. മാം ഒന്ന് ചോദിച്ചു നോക്കണേ അവിടെ. ഞാനൊന്നും കൂടി ഇൻഫോം ചെയ്യാം അവരുടെ കാര്യം നമുക്ക് രാത്രിക്ക് കിട്ടുവാണെങ്കിലേ, രാത്രിയിൽ അഥവാ പകൽ നമുക്ക് കേറാൻ പറ്റില്ല, രാത്രിക്ക് കയറിയാ പിറ്റേന്ന് നമുക്ക് ഇതുപോലെ കേറാമല്ലോ ഉച്ച ടൈമില്. ശരിയാണ്. മാം ക്ലാസ് എന്ന് തുടങ്ങണേ? ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. നമ്മളിതൊരു പരിചയപ്പെടാൻ വേണ്ടി കയറിയതാണ്, നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി. എന്നെ പരിചയപ്പെടുത്തി, നിങ്ങളെ പരിചയപ്പെടുത്തിയില്ല. നിങ്ങളെ ഞാൻ വഴിയെ പരിചയപ്പെട്ടോളാം. ക്ലാസ്സുകൾ നടക്കുമ്പോ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറയാനൊക്കെ ഉണ്ട്. മാം ഇനി നമുക്ക് ഇല്ലേ ജോബ് ഓഫർ കിട്ടാൻ വേണ്ടിട്ട് ഇനി നമ്മൾ ഇതിന്റെ ഗ്രാജുവേഷൻ കോഴ്സ് എടുക്കണോ? മനസ്സിലായില്ല. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോബ് ഓഫർ കിട്ടില്ലേ? ഇനി ഇതിന്റെ ഗ്രാജുവേഷൻ കോഴ്സ് എടുക്കണം എന്നാണോ? കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 6 months കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ജോബ് ഓഫർ കിട്ടില്ലേ? അത് ജോബ് കിട്ടാൻ കിട്ടും. ട്രെയിനിങ് ആയിട്ടൊക്കെ, അതായത് ഇതിന്റെ ഏറ്റവും ബോട്ടം ലെവലിലുള്ള കോഴ്സാണല്ലോ 6 മാസത്തെ കോഴ്സ് പഠിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ട്രെയിൻ ചെയ്ത് ഇപ്പൊ നിങ്ങൾ ഇന്റേൺഷിപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടല്ലോ ചിലര്. അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ പഠിച്ച ആ ഒരു ഇതുമായിട്ട് നമ്മള് സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മൾ ചെന്ന് അന്വേഷിക്കണം ജോലിക്ക്. എന്നിട്ട് നമ്മൾ അങ്ങനെ നിന്ന് അതിന്റെ കൂടുതൽ പഠിക്കണോ, അല്ലെങ്കിൽ അത് വെച്ചിട്ടുള്ള ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യണോ, അവിടെ കിട്ടുന്നതനുസരിച്ച് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അതുണ്ട്, കിട്ടും. ഒരുപാട് പേര്, അത് ഞാൻ പറഞ്ഞില്ല, അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു മാം ഇതിനു വേണ്ടിയിട്ട് പഠിച്ചു, അവര് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അവര് പുറത്തേക്ക് പോകാനൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് കോഴ്സ് പഠിച്ചതെന്നാണ് പറയാൻ. എക്സാം കാര്യങ്ങളൊക്കെ ക്ലാസ് ഏതൊക്കെ ദിവസമുള്ളത്? 2 പേര് പറയുമ്പോ മാം എക്സാമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ കേറിയുള്ള റിയ ഹലോ മാം, കേൾക്കുന്നില്ലേ? ക്ലാസ്സസ് എന്താണ് മൺഡേ ടു ഫ്രൈഡേ അല്ലേ? അതെ, ക്ലാസ്സസ് മൺഡേ ടു ഫ്രൈഡേ ആണ്. റിയ ഇപ്പോഴാണോ ക്ലാസ്സിൽ ജോയിൻ ചെയ്തേ? അല്ല, ഞാൻ എക്സാമിനെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ല. അല്ല, എക്സാം എങ്ങനെയാണ്? ഓൺലൈനാണോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആണോ? എങ്ങനെയാണ് വരുന്നത്? ഓൺലൈൻ. അങ്ങനെ ചോദിക്കണം. ഞാൻ വിചാരിച്ചു എക്സാം മൊഡ്യൂൾ എങ്ങനെ തിരിക്കാന്നാണ് ഞാൻ കേട്ടത്. ഓൺലൈൻ തന്നെയായിരിക്കും വിതിൻ ദ ഗിവൺ ടൈം. അതായത് മൊഡ്യൂൾസ് തിരിച്ചിട്ടുള്ള എക്സാംസ് ആണെങ്കിൽ 1 hour ആണ്. ഔട്ട് ഓഫ് 60 മാർക്കിലുള്ളത്. 60 മാർക്കിന്റെ പരീക്ഷ നടക്കുന്നത് 1 മണിക്കൂറിലാണ്. പിന്നെ ഫൈനൽ എക്സാം 100-ലാണെന്ന് പറഞ്ഞു. അത് 1.5 hour ആണ്, 1.5 മണിക്കൂർ. അത് ഓൺലൈൻ തന്നെയാണ്. ഓൺലൈനിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ അതനുസരിച്ച് തന്നെ. നിങ്ങൾക്ക് കോപ്പി അടിക്കാനൊന്നും പറ്റില്ലെന്നേ, അതായത് ഉറപ്പാ. അത് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പരീക്ഷ കഴിഞ്ഞ ആളുകൾക്ക് എല്ലാം ഫുൾ മാർക്ക് കിട്ടണ്ടേ? അങ്ങനെ കിട്ടിയിട്ടില്ല ആർക്കും ഫുൾ മാർക്ക്. 60 മാർക്കിലെടുത്തപ്പോ കിട്ടിയിട്ടുണ്ട്. പക്ഷെ 100 മാർക്കിലെ പരീക്ഷ ഫുൾ മാർക്ക് ആർക്കും കിട്ടിയില്ല. മാർക്ക് കിട്ടിയിട്ടുണ്ട് മാം? എന്തോ 100-ൽ എത്ര കിട്ടിയിട്ടുള്ളത് ഇതുവരെ കഴിഞ്ഞു? അതൊക്കെ കിട്ടിയിട്ടുണ്ട്. 60-ൽ 60. എന്താ പറയാ, 24 മാർക്ക് വേണം നമുക്ക് പാസ് മാർക്കിനായിട്ട്. 100-ലാണെങ്കിൽ 40 കേട്ടോ. 100-ൽ 40-ഉം 60-ലാണെങ്കിൽ 24 മാർക്സ് ആണ് നമുക്ക് പാസ്സാകാൻ വേണ്ടേ. അതല്ലാത്തവര് ചിലപ്പോ അവരെ കൊണ്ട് റീടെസ്റ്റ് ഒക്കെ നടത്തും. ഫൈനൽ എക്സാം ആകുമ്പോ റീടെസ്റ്റുകൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം. എല്ലാരും പാസ്സായിക്കണോ കഴിഞ്ഞ ബാച്ചിലൊക്കെ? എല്ലാരും പാസ്സായി. ആദ്യത്തെ പറഞ്ഞവരോടൊക്കെ നമ്മള് റീടെസ്റ്റ് നടത്തി. അത് കഴിഞ്ഞ് ഫൈനൽ എക്സാം വന്നപ്പോ അവരോട് അതിന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ട്രൈ ചെയ്യണം. കുറച്ച് പേരോട് നോട്ട് ചെയ്ത് വെച്ചിട്ട് അവരോട് പറഞ്ഞിട്ടായി മാർക്ക് കുറച്ച് കുറഞ്ഞവരോടൊക്കെ. അപ്പൊ അവരൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് പാസ് മാർക്കൊക്കെ വായിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മാം ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ മാം, നമ്മുടെ നോട്ട്
മോഡൽ എങ്ങനെ പേപ്പർ മോഡൽ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരുമോ? മോഡലോ? ക്വസ്റ്റ്യൻ പേപ്പർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യന്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ ചൂസ് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. മാം ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അതായത് നമ്മുടെ എക്സാം അതുപോലെ നമ്മുടെ നോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? നിങ്ങൾക്ക് നോട്ട് ഇപ്പൊ ഇത് കഴിയുമ്പോ തന്നെ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. സിലബസ് നോട്ടൊക്കെ ഇംഗ്ലീഷിലാണ് തന്നേക്കണേ. നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ നോട്ടുകൾ തരുമ്പോഴും അതും ഇംഗ്ലീഷിൽ തന്നെയാണ് ഞങ്ങൾ കൊടുക്കണേ. ഓക്കെ. എക്സാം വരുന്നത് ഇംഗ്ലീഷിൽ തന്നെയല്ലേ? എക്സാം വരുന്നതും ഇംഗ്ലീഷിൽ തന്നെയല്ലേ? അതന്നെ ഇംഗ്ലീഷിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. ടൈപ്പ് ആണോ ക്വസ്റ്റ്യൻ വരിക? ആ ടൈപ്പ് ആണോ? ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ഓരോ ചാപ്റ്റേഴ്സ് തീർന്നു കഴിയുമ്പോ നിങ്ങൾക്ക് ഓരോ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഹൗ ദ എക്സാംസ് വിൽ ബി. അതിനെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. മോക്ക് ടെസ്റ്റ് ഉണ്ട്, മോക്ക് ടെസ്റ്റ്. ഓക്കെ. അതായത് ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ട് ക്വസ്റ്റ്യൻസ് തന്നേ. ഓരോ ചാപ്റ്റർ തീരുമ്പോ ഒരു 10, 25, 30 ചോദ്യങ്ങൾ ഉണ്ടാവും അതിനകത്ത്. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്ത് നിങ്ങൾ അതിൽ എക്സ്പെർട്ട് ആകും. പേടിക്കൊന്നും വേണ്ട. അത് നിങ്ങൾ അങ്ങനെയാണ് ക്ലാസ് എടുത്ത് തരുന്നേ. വലിയ ഡൗട്ട്സ്. പിന്നെ നമ്മൾ അത്രയും എന്താ പറയാ ഒത്തിരി ഇനീഷ്യേഷൻ എടുത്ത് നിങ്ങളെ പഠിപ്പിച്ചു തരുമ്പോ നിങ്ങൾ കൂടി കുറച്ച് ഇനീഷ്യേഷൻ എടുത്ത് അതൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആകും. അപ്പൊ പ്രശ്നമില്ല. മാം ഗൂഗിൾ ക്ലാസിന്റെ കാര്യം ഒന്ന് അത്യാവശ്യമായിട്ടൊന്ന് ചോദിക്കണേ മാം. കാര്യം വർക്ക് അതെന്താ പറയുന്ന ഇപ്പൊ വർക്ക് ചെയ്യുന്നയാ. അപ്പോഴത്തേക്ക് നമ്മളാണെങ്കിലേ ഹലോ മാം വർക്ക് ചെയ്യുന്നയാ. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഈ ടൈമിൽ കാണുന്നില്ല. അപ്പൊ രാത്രിയിൽ വന്നിട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ കയറിയാൽ പിറ്റേന്ന് നമുക്ക് അഥവാ ഉച്ചയ്ക്ക് കയറാൻ പറ്റാത്ത ടൈമാണ് രാത്രിയിൽ കയറി ക്ലാസ് അറ്റൻഡ് ചെയ്യാമല്ലോ. അത് അത്യാവശ്യമായിട്ടൊന്ന് ചോദിക്കണം മാം. കാര്യം വർക്ക് ചെയ്യുന്നതുകൊണ്ടേ. ഓക്കെ ഓക്കെ മാം. ലെഫ്റ്റ് ആയിട്ടെ ലെഫ്റ്റ് ആയിക്കോ കഴിഞ്ഞു. ക്ലാസ്സുകളൊക്കെ ഗ്രൂപ്പ് കിട്ടുമോ? റെക്കോർഡായിട്ടോ PDF? ഈ പ്ലേസ്മെന്റിന്റെ കാര്യം എന്തായിരുന്നു സംസാരിക്കാത്തത്? നമുക്ക് അവര് പ്ലേസ്മെന്റ് കാര്യമോ നമ്മൾ ഇന്റർവ്യൂ നമ്മളെ പഠിച്ച 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എങ്ങനെ ബാക്കി കാര്യങ്ങൾ അവര് തന്നെ നമുക്ക് അസിസ്റ്റൻസ് ഉണ്ടാവും എനിക്ക് തോന്നണില്ല. അവർ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നമ്മൾ തന്നെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നമ്മൾ തന്നെ ഓൺലൈൻ വഴി അത് അപേക്ഷ കൊടുക്കണം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അവരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. 100% സപ്പോർട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ അല്ലല്ലോ. പ്ലേസ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ അവര് തന്നെ നമുക്ക് ഡയറക്റ്റ് നമുക്കൊരു സ്ഥാപനത്തിൽ ജോലി ആക്കി തരും. ഇതെന്ന് പറഞ്ഞാൽ അവര് നമുക്ക് സഹായിക്കുള്ളൂ. ഒരു കമ്പനിയിൽ ആക്കി തരും. അസിസ്റ്റൻസ് അവര് സഹായിക്കത്തേ ഉള്ളൂ. അസിസ്റ്റൻസ് ഉണ്ടാവും. അവരങ്ങനെയല്ല പറഞ്ഞത്. നമ്മള് കോഴ്സ് ജോയിൻ ചെയ്തപ്പോ നമ്മളോട് പറഞ്ഞത് നമ്മുടെ ബയോഡാറ്റ ഒക്കെ അവര് ഹോസ്പിറ്റലിലോട്ട് അയക്കും എന്നാണ് പറഞ്ഞത്. അസിസ്റ്റൻസ് ആണ് അവരയച്ചിട്ട് നമ്മൾ വേണം ഇന്റർവ്യൂ പങ്കെടുത്ത് അത് സെറ്റ് ആവേണ്ടത്. അവരവിടെ വരെ എത്തിച്ചു കൊണ്ട് തരും. ബാക്കി നമ്മുടെ ഇന്റർവ്യൂലൊക്കെ നമ്മുടെ സ്കില്ലിനെ പോലെ ഇരിക്കും. ഇപ്പൊ എന്റെ അറിവിൽ തന്നെ ഇന്റർവ്യൂവിന് പോയിട്ട് ഇന്റർവ്യൂ പാസ്സാവാതെ വന്നവരൊക്കെ ഉണ്ട്. അത് നമ്മുടെ സ്കില്ലിനനുസരിച്ചിരിക്കും. നമ്മുടെ സ്മാർട്ട്നെസ് എങ്ങനെയാണോ അത്. അതെ അതെ, ഓരോരുത്തരുടെ ലക്കി പോലെ ഇരിക്കും. മാം പോയോ? മാമിന്റെ ക്ലാസ് കഴിഞ്ഞു. മാമിന്റെ ക്ലാസ് കഴിഞ്ഞോ? മാം ലെഫ്റ്റ് ആയി. സംശയങ്ങൾ ഏതായാലും ഷിബിലിനോട് ഷിബിലിയാണ്. മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലേ? 6 മാസം ഓൺലൈൻ ഉള്ളൂ. 3:30 വരെ ഉണ്ട്. ലെഫ്റ്റ് ആവാനോ? ആരെയും കാണുന്നില്ല.
ഓക്കെ. അപ്പോ ഇല്ലേ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇനി ക്ലാസ് ഇല്ല. ഇന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ടുമോറോ ഓൺവേർഡ്സ് യുവർ ക്ലാസ്സസ് വിൽ ബി സ്റ്റാർട്ടഡ്. സോ ജസ്റ്റ് ട്രൈ ടു ജോയിൻ ഇൻ ടൈം. എല്ലാവരും സമയത്തിനൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഓക്കെ, എല്ലാവർക്കും എന്താ പറയാ ചെറിയ ഡൗട്ട് ഉണ്ട്. സംശയമായോ? ഇല്ല മാം, 3rd and 4th മോഡ്യൂളിൽ എത്ര ചാപ്റ്റർ വരുന്നെന്ന് ഒന്ന് പറയാവോ? 17 ചാപ്റ്റർ. നിങ്ങളൊക്കെ കുറെ സംശയങ്ങൾ വാങ്ങിക്കേണ്ടത് മാം. പെട്ടെന്ന് പറയേ. അത് കറണ്ട് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ. നമ്മള് വാട്സാപ്പിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞില്ലേ? അതല്ലാതെ വേറെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഗൂഗിൾ അങ്ങനെ? എനിക്ക് ക്ലിയർ ആയില്ല. നമ്മള് നിങ്ങളുടെ കോണ്ടാക്റ്റില് രജിസ്റ്റർ ചെയ്തോ? ഇനി വേറെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഗൂഗിളിലോ മറ്റോ അങ്ങനെ? രജിസ്റ്റർ ചെയ്തോന്നോ? മാം വേറെ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ രജിസ്റ്റർ ചെയ്തില്ലേ മാം? കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മള് ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്തില്ലേ? അപ്പൊ അത് വേറെ ഏതെങ്കിലും ഇനി മുഖേന രജിസ്റ്റർ ചെയ്യണോ അങ്ങനെ വല്ലതും ചോദിക്കുക. എനിക്ക് നിങ്ങളുടെ അടുത്ത് അന്നേരം എന്താ പറഞ്ഞത്? അതെനിക്ക് അറിയില്ലല്ലോ, അതിനെ കുറിച്ച് അറിയില്ല. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസും അങ്ങനെ ഫീസ് അടച്ചിട്ട് നിങ്ങൾ ഓൾറെഡി കോഴ്സിൽ ജോയിൻ ചെയ്തല്ലോ. ഓക്കെ. അപ്പൊ പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇല്ലെന്നാണ് എന്റെ ഇനി മന്തില് അടക്കാന്ന് പറഞ്ഞു. ടെക്സ്റ്റ് ബുക്ക് കിട്ടുമോ മാം? ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണോ? ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് തരാനായിട്ടുള്ള ഇതുകൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് നോട്ട്സ് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് തരും. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളുടെ എല്ലാ ചാപ്റ്റേഴ്സ് വരുന്ന എന്താ പറയാ നോട്ട്സ് ആണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരട്ടെ. നിങ്ങൾ അത് ഒന്ന് എന്താ പറയാ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം. എല്ലാം കൂടി ഒരുമിച്ച് പ്രിന്റ് ഔട്ട് എടുക്കണം നിർബന്ധമില്ല. എല്ലാം കൂടി ഒരുമിച്ച് എടുക്കാനായിട്ട് ചിലപ്പോൾ ചിലർക്ക് പറ്റില്ല. അപ്പൊ ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്റർ വൈസ്. അപ്പൊ ഇപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ നാളെ ഇപ്പൊ കുറച്ചൊക്കെ എടുക്കുള്ളായിരിക്കും, ഫസ്റ്റ് ക്ലാസ് അല്ലേ. അപ്പൊ ടീച്ചർ എടുക്കുന്ന ചാപ്റ്റർ പറയും. അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെൻഡ് ചെയ്തിരിക്കുന്ന നോട്ട്സിൽ അത് അവിടെ കിടക്കണ്ടാവും. നിങ്ങൾ അതൊന്ന് പോയി പ്രിന്റ് ഔട്ട് എടുക്കുക. അപ്പൊ അതായത് ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കാം. അത് കഴിഞ്ഞ് കുറച്ച് നിങ്ങൾ പറ്റുന്ന പോലെ മൊത്തം ചാപ്റ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് ആ 35 ചാപ്റ്റേഴ്സ് വെക്കാം. നോട്ട് ബുക്ക് നമുക്ക് അങ്ങനെ സെൻഡ് ചെയ്ത് തരുന്നതും നിങ്ങൾ ഇങ്ങനെ പ്രിന്റ് ഔട്ട് എടുക്കുന്നത് ഏകദേശം ഒക്കെ ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാവരും എടുക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ നോട്ട്സ് കൊടുത്തോണ്ടിരിക്കുന്നത്. നമുക്ക് എക്സ്ട്രാ നോട്ട് ക്ലാസ് വൈസില്ല. ക്ലാസ് എടുക്കുന്ന സമയത്ത് തരുന്ന നോട്ട്സ് നിങ്ങൾക്ക് നമ്മളിവിടെ ഡിക്റ്റേറ്റ് ചെയ്തത്. സിക്സ്ത് മന്ത് കോഴ്സ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ആണോ? ഓക്കെ. സോ ഐ തിങ്ക് നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു. സോ പേടിക്കണ്ട, നിങ്ങൾ ക്ലാസ്സസ് തുടങ്ങും. സോ ഓൾ ദി ബെസ്റ്റ്. ക്ലാസ്സുകളൊക്കെ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, ക്ലാസ് ഒക്കെ ഇപ്പൊ കോൺഫിഡന്റ് ആയോ? താങ്ക് യു മാം. ഹലോ മാം, ഒരു ഡൗട്ട്. രാവിലത്തെ ക്ലാസ് എപ്പോഴാ കിട്ടുക? രാവിലത്തെ ക്ലാസ് 10:30 to 12:30 ആണ്. അല്ലല്ല, അതിന്റെ റെക്കോർഡ് എപ്പോഴാ കിട്ടുക? ക്ലാസ് 9:30ക്കും 10നും ഇടയ്ക്ക് കിട്ടും. രാവിലത്തെ മോർണിംഗ് ക്ലാസ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പൊ ഈവനിങ് ക്ലാസ് ആണല്ലോ മാഡം പറഞ്ഞേ. രാവിലെ 9:30ക്കും 10:30ക്കും കിട്ടുന്നേ. 9:30ക്കും 10 കൊടുക്കണേ. രണ്ടും അങ്ങനെയാണ് കൊടുക്കണേ. രണ്ട് ക്ലാസ് അങ്ങനെയാണല്ലേ? രണ്ടും അതായത് ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോ ഗൂഗിൾക്ക് നമുക്ക് ആ ക്ലാസ് റെക്കോർഡ് ചെയ്ത് അവര് നമുക്ക് ഇങ്ങോട്ട് തരണം. എന്നാലും നമുക്ക് അത് എടുക്കാൻ പറ്റുള്ളൂ. മാം അതൊന്ന് സംസാരിക്കണേ മാം. ഇഷ്യൂ ഉണ്ട് അതിന്, അതുകൊണ്ടാണ് ആ ഒരു ക്ലാസിന്റെ കാര്യം ഒന്ന് സംസാരിക്കണേ മാം. ഞാൻ ഒന്നുകൂടി സംസാരിച്ചു നോക്കാം. കാര്യം നമ്മളെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് നമുക്കത് നൈറ്റിലൊക്കെ ആണെങ്കിലും കയറി ക്ലാസ്സിൽ കയറാമല്ലോ. ഇപ്പൊ എല്ലാ ടൈമിലും നമുക്കിപ്പോ ലീവുള്ള ടൈമിലൊക്കെ നമ്മൾ ഇതിൽ കയറുന്നു. ഇപ്പൊ കയറിയ പിന്നെ നമുക്ക് പറ്റില്ല എല്ലാ ടൈമിലും ഇതേ സമയത്ത് വരാൻ. രാവിലെയും പറ്റില്ല. ശരിയാണ്. അപ്പൊ അതൊന്ന് അത്യാവശ്യമായിട്ട് തിരക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സസ് യൂസ്ഫുൾ ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആൻഡ് മെനി ഡൗട്ട്സ് മേ ബി ക്ലിയർഡ് ഫ്രം ദിസ് ക്ലാസ്. ആൻഡ് എല്ലാവരും അതനുസരിച്ച് നല്ല രീതിയിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറ്റട്ടെ.
So all the very best for you. ഓക്കെ മാം. മാം Okay, ma'am. കേട്ടില്ല. നിഷ. Bye bye. മാം താങ്ക് യു മാം. താങ്ക് യു മാം. മാമിന്റെ പേര് ഒന്നും കൂടെ പറയോ? താങ്ക് യു മാം. നിഷ. പേരാണോ? അതെ. പേര് നിഷ.